കൊമേഴ്സ് ആചാര്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ഒരിക്കലും മറക്കാത്ത മികച്ച അധ്യാപകരായി മാറ്റുന്നത്. കേവലം പാഠപുസ്തകങ്ങൾക്കപ്പുറം അറിവിന്റെയും വിവേകത്തിന്റെയും മൂല്യവത്തായ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. അതെ, ഈ മഹത് വചനങ്ങൾ അതേപടി ജീവിതത്തിൽ പകർത്തി അധ്യാപന രംഗത്ത് 34 വർഷങ്ങൾ പിന്നിടുന്ന പെരുവന്താനം സെയിന്റ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി എന്നും നാം സ്നേഹത്തോടെ വിളിക്കുന്ന ലാലിച്ചൻ സാർ. സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നേറി കോളേജ് അധ്യാപകനായും റിസർച്ച് ഗൈഡും മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും അതുല്യ സംഘാടകനും മികച്ച പ്രിൻസിപ്പളുമായി മുന്നേറുമ്പോഴും എളിമ കൊണ്ടും വിനയം കൊണ്ടും തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ച് വിദ്യയുടെ പൊൻപ്രഭയിൽ കർമ്മപദങ്ങളിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും തേടിയെത്തുമ്പോഴും ഇവയെല്ലാം ദൈവദാനമെന്ന് സാക്ഷ്യപ്പെടുത്തി ഞാൻ വെറുമൊരു അധ്യാപകൻ എന്ന് വിനയം കൊണ്ട് തലകുനിക്കുന്ന ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി എന്ന വിദ്യാഭ്യാസ ചിന്തകൻ. തന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ 34 വർഷങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അവരുടെ മനസ്സിന്റെ അഭ്രപാളികളിൽ പതിഞ്ഞ മായാത്ത മങ്ങാത്ത ഓർമ്മകൾ ഓർത്തെടുക്കുന്ന ഒരു ഓർമ്മ ചെപ്പാണിത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് പോലെ രാഷ്ട്രങ്ങളുടെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്കൊരു വസ്തുത കാണാം. അവനവനിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ശക്തിയും മഹത്വവും ലഭിച്ചിട്ടുള്ളൂ. അതെ, ഈ ഗുരുവചനങ്ങൾ അതേപടി അനുകരിച്ച് ദൈവത്തിലും മനുഷ്യരിലും ഒപ്പം സ്വയം വിശ്വസിച്ച് മുന്നേറി ജീവിതയാത്രയിലെ കഠിന പരീക്ഷകളുടെ കനൽ നിറഞ്ഞ വഴികൾ താണ്ടി 34 വിജയവർഷങ്ങൾ പിന്നിടുമ്പോൾ നമുക്കും ഉറപ്പിക്കാം ധന്യമീ ജീവിതം. ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും സാർ അവിടെ മിന്നുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ സാറിന് വിജയിക്കാൻ സാധിക്കുന്നുള്ളത് സാറിൻ്റെ 100% ആത്മാർത്ഥതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും സാറിൻ്റെ ഈശ്വര വിശ്വാസം ഒന്നുകൊണ്ടുമാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ശിഷ്യയായതിൽ ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ. തൻ്റെ വിദ്യാർത്ഥികളുടെയും താൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു അധ്യാപകനെയാണ് ഞാൻ ആന്റണി സാറിൽ കണ്ടിട്ടുള്ളത്. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ PG പഠനത്തിന് ശേഷം ഒരു വർഷക്കാലം സാറ് അവധിയിൽ പ്രവേശിച്ചപ്പോൾ എന്നെ ആ പോസ്റ്റിലേക്ക് സജസ്റ്റ് ചെയ്യുകയും എനിക്കൊരു കോളേജ് പഠിപ്പിക്കാൻ അവസരം നൽകുകയും സാറ് ചെയ്തു. അന്ന് സാറ് ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ ഉപദേശമായിരുന്നു, നിങ്ങളൊരു തൊഴിൽ അന്വേഷകരാകാതെ ഒരു തൊഴിൽ ദാതാവായി മാറണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളതും തുടർന്ന് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായി സാറ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാനും അതിലൂടെ വളർച്ചയിൽ നേടി ഇന്ന് ഏതാണ്ട് 150ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാകുവാനും സാധിച്ചു. എൻ്റെ 5 വർഷത്തെ കലാലയ ജീവിതത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയതിൽ സാറിനുള്ള പങ്ക് വളരെ വലുതാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന സാറിൻ്റെ ആ ഒരു പ്രത്യേക കഴിവിനെ ഞാൻ ഇന്നും ഓർക്കുന്നു. സാർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ബോർഡിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ ആൻസർ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും പേരുകൾ വിളിച്ചാണ് സാറ് ചോദിക്കുന്നത്. മനസ്സിലായോ, നിനക്ക് മനസ്സിലായോ, മിജോവിന് മനസ്സിലായോ, അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ 37 പേരുള്ള ആ 37 പേരെയും സാർ പേര് വിളിച്ചാണ് പ്രോബ്ലംസ് ചോദിക്കുകയും അതിൻ്റെ ആൻസറുകളും. കാരണം അത്രയും സാറിന് വിദ്യാർത്ഥികളെ ഇഷ്ടമായിരുന്നു. സത്യത്തിൽ 1, 2, 3 മിനിറ്റ് വെടികൊണ്ടുന്ന ആൻസറിനെ കുറിച്ച് പറയാൻ സാധിക്കത്തില്ല. ഒരു ദിവസം തന്നെ വേണ്ടി ഒരു ആൻസറിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം തന്നെ പ്രിയ ആനന്ദ് സാറിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുനാഥനെ ലഭിച്ചതിലും സാറിൻ്റെ ശിഷ്യനായി തീരാൻ കഴിഞ്ഞതിലും ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഞാൻ എന്നും ഈശ്വരനൊപ്പം എൻ്റെ മാതാപിതാക്കളോടൊപ്പം മനസ്സിൽ സ്മരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനത്തോടെ ഓർക്കുകയും ചെയ്യുന്ന എൻ്റെ റോൾ മോഡലായി കണക്കാക്കുകയും ചെയ്യുന്ന പ്രിയ ഗുരുനാഥനാണ് ശ്രീ ആന്റണി കല്ലമ്പള്ളി സർ. ഒരു റിസർച്ച് ഗൈഡ് എന്ന നിലയിൽ ഉത്തമമായ മാതൃകയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാറ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ ലഭിച്ച ആ ഒരു അവസരത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരു അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്തും ആയിരിക്കണമെന്നുള്ള മെസ്സേജ് ആന്റണി സാറ് അതിനെ അക്ഷരപ്രതി പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു.
എന്നും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ആന്റണി സാറ്. സാർ എപ്പോഴും പറയും ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണമെന്ന്. അതിപ്പോൾ ഞാൻ ഒരു അധ്യാപികയായിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ക്ലാസ് റൂം ടീച്ചിങ് മാത്രമല്ല, അതിലുപരി മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട മോട്ടിവേഷൻ നൽകാൻ സാർ എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിക്ക് പോലും, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ ഇത്രയും സങ്കീർണമായ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റ് ടാക്സ് കാര്യങ്ങളൊക്കെ വളരെ രസകരമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ പഠിപ്പിക്കാൻ സാറിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ള അത്രയ്ക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു അവരുടെ കരിയർ അംബീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കരിയർ അഡ്വൈസ് ആയിരുന്നു സാർ കൊടുത്തിരുന്നത്. ദാറ്റ്സ് എ റിമാർക്കബിൾ തിങ് ആസ് എ ടീച്ചർ. എല്ലാവർക്കും ആന്റണി സാറിനെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും ചെറിയൊരുക്കോടെ മാത്രം കണ്ടുവരുന്നതായ ഒരു വ്യക്തിത്വം, എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്നതായ, നന്മ നിറഞ്ഞ മാതൃകയോടെ പ്രവർത്തിക്കുന്നതായ ഒരു വ്യക്തി. പരാജയപ്പെടുന്നവരെ കൈപിടിച്ച് ഉയർത്താനായിട്ട് സാർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി ഒരു സുഹൃത്തും വഴികാട്ടിയുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വഴികാട്ടിയായിട്ടുള്ള ഒരു സാറാണ്. എല്ലായ്പ്പോഴും വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവും വെളിച്ചവുമായി പഠിപ്പിക്കുന്ന രീതിയിലും പകർന്നു നൽകുന്ന സ്നേഹത്തിലും പ്രതീക്ഷയോടുള്ള കരുതലുമാണ് അദ്ദേഹത്തെ മറ്റ് അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തനാക്കി ഒരിക്കലും മറക്കാത്ത മനസ്സ് സൂക്ഷിക്കുന്ന ഒരു മികച്ച അധ്യാപകനായി മാറുന്നത്. പഠനത്തെ ആനന്ദകരവും ആസ്വാദ്യകരവുമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യയായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഒരപ്പൻ്റെ കരുതലോടുകൂടി ശാസിക്കുകയും ഒരു സുഹൃത്തിൻ്റെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് 2015 ഞങ്ങളുടെ ബാച്ച് 100% വിജയം കരസ്ഥമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് ആന്റണി സാറിൻ്റെ HOD എന്നുള്ള രീതിയിലുള്ള വലിയ പ്രവർത്തനം ആയിരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരിയായിട്ട് ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടോ നമ്മളെയൊക്കെ ഇതുപോലെ ചേർത്ത് നിർത്തിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു അധ്യാപകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഏത് സമയത്തും സാറിനോട് എന്ത് ഡൗട്ട് ചോദിക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. സാറ് പ്രൊഫസറാണല്ലോ ഇത്രയധികം, അങ്ങനെ ആ ഒരു റിലേഷൻ എന്നിരുന്നാൽ പോലും നമുക്ക് ആ റെസ്പെക്റ്റോടുകൂടി എന്ന ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയധികം ലാളിത്യം ഉള്ള ഒരു ജീവിതം ആ സാറ് ഇത് ഇത്രയൊന്നും അല്ല പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം കുട്ടികളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു പ്രൊഫസർ എന്ന നിലയിൽ ഡോക്ടർ ആന്റണി സാർ വളരെ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഞങ്ങളുടെ ആന്റണി സാർ ഞങ്ങൾക്ക് നല്ലൊരു അധ്യാപകൻ മാത്രമല്ലായിരുന്നു, നല്ലൊരു സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു. ഞങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും തന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞങ്ങളുടെ ആന്റണി സാർ. നമസ്കാരം, എൻ്റെ പേര് ശ്രീരേഖ. ഞാൻ എറണാകുളം ജില്ലയിലെ ഒളമ്പൂരിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപികയാണ്. ഡോക്ടർ താസസ് ജോസഫ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന കൊമേഴ്സ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ആന്റണി സാറിനാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. സാറിൻ്റെ ഒരു ശിഷ്യ എന്ന നിലയിൽ എനിക്ക് 100% ഉറപ്പോടെ പറയാൻ സാധിക്കും, തികച്ചും അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഈ അവാർഡ് എത്തിയിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് സാറ് മാത്രമേ ഉള്ളൂ. അത് സാറിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ്. പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കൈകളാണ് സാറിൻ്റേത്. അത് ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും, അതിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, കോളമിസ്റ്റ് ആയിക്കോട്ടെ, യൂട്യൂബർ ആയിക്കോട്ടെ, മോട്ടിവേഷണൽ സ്പീക്കർ ആയിക്കോട്ടെ, ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും സാർ അവിടെ മിന്നുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ സാറിന് വിജയിക്കാൻ സാധിക്കുന്നുള്ളത് സാറിൻ്റെ 100% ആത്മാർത്ഥതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും സാറിൻ്റെ ഈശ്വര വിശ്വാസം കൊണ്ടുകൊണ്ടുമാണ്. സാറിൻ്റെ ഒരു ശിഷ്യയായതിൽ ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ. മാത്രവുമല്ല, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സെയിൻറ്റ് ആന്റണീസ് കോളേജിനെ
വളരെ ഉന്നതയിൽ എത്തിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. വളരെ മിന്നുന്ന പ്രകടനങ്ങളാണ് ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അങ്ങനെ എത്തിക്കാൻ സാറിന് സാധിച്ചു. അതുപോലെ സാറിന് ഇനിയും ഒരുപാട് അവാർഡുകൾ ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ സാറിന്റെ നേതൃത്വത്തിലുള്ള സെയിന്റ് ആന്റണീസ് കോളേജിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Hi, I am Tony Joseph. I am excited to hear the news that Anthony sir is being selected as the educational icon of the year. ആന്റണി സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാനൊരു പഴയ ഒരു മഹത് വചനം ഓർമ്മിക്കുക. ഒരു അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്തും ആയിരിക്കണമെന്നുള്ള മെസ്സേജ്. ആന്റണി സാറ് അതിനെ അക്ഷരം പ്രതി പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നും ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു ആന്റണി സാറ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളിലും അതിലിടപെട്ട് ഞങ്ങളെ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒരു നല്ല കൂട്ടുകാരനായി ഇന്ന് ഞങ്ങളെന്ന വ്യക്തിയെ ഞങ്ങളാക്കിയതിൽ ആന്റണി സാറിനുള്ള പങ്ക് വളരെ വലുതാണ്. താങ്ക് യു സോ മച്ച് ആന്റണി സാർ. വി ലവ് യു ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടാൻ അങ്ങേക്കാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഞാൻ അപർണ മരൺ മാത്യു, തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആദ്യമേ തന്നെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച നമ്മുടെ ഡോക്ടർ ആന്റണി സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഹെൻറി ബേക്കർ കോളേജിലാണ് പഠിച്ചത്. 5 വർഷം സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ഞങ്ങളുടെ ബികോമിൻ്റെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന ദിവസം സാറിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സാറ് എപ്പോഴും പറയും ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണമെന്ന്. അതിപ്പോൾ ഞാൻ ഒരു അധ്യാപികയായിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ക്ലാസ് റൂം ടീച്ചിങ് മാത്രമല്ല, അതിലുപരി മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും മനസ്സിലാക്കി അവർക്ക് വേണ്ട മോട്ടിവേഷൻ നൽകാൻ സാർ എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. തുടർന്നുള്ള സാറിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഇതുപോലുള്ള അംഗീകാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ജിഷ സാന ബെഞ്ചമിൻ, കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപികയാണ്. എൻ്റെ ഡിഗ്രി പഠനകാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി സാറിൻ്റെ ഒരു ശിഷ്യയായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സാറിന് ആ സമയത്ത് ലഭിച്ച പ്രോത്സാഹനം എൻ്റെ ജീവിതത്തിൽ വളരെ വിലയേറിയതാണ്. അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. സാറ് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴൊക്കെ അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ നേരിടുവാൻ സാറ് കാണിച്ച നല്ല മാതൃക, അതിനെല്ലാം സാറ് ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിൽ നല്ല നേട്ടങ്ങളെ കൈവരിച്ചതിൽ ഞങ്ങളെല്ലാം അഭിമാനിക്കുന്നു. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സാറിനെ തേടി വന്നതിൽ ഞങ്ങൾ ഒട്ടും അത്ഭുതപ്പെടുന്നില്ല. കാരണം സാറിൻ്റെ കർത്തനാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ അവാർഡുകൾ സാറിനെ തേടി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെയും എൻ്റെ ബാച്ചിൻ്റെയും എല്ലാ നല്ല ആശംസകളും സാറിനെ അറിയിച്ചു. താങ്ക് യു. ഞാൻ ഐസൻ തോമസ്, മലയാള മനോരമയിൽ ചീഫ് സബ് എഡിറ്ററാണ്. പത്തനംതിട്ടയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പ്രിയപ്പെട്ട ആന്റണി സാറിന് ഒപ്പം ആന്റണി സാറിൻ്റെ ശിഷ്യനായിട്ട് 7 വർഷം പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഡെയിലി ഹെൻറി ബേക്കർ കോളേജിൽ അക്കൗണ്ടൻസിയും ടാക്സും ആയിരുന്നു സാറ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിക്ക് പോലും അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ ഇത്രയും സങ്കീർണമായ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റ് ടാക്സ് കാര്യങ്ങളൊക്കെ വളരെ രസകരമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ പഠിപ്പിക്കാൻ സാറിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അതുമാത്രമല്ല, കുട്ടികളുടെ മറ്റ് കാര്യങ്ങളിൽ സാർ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. കുട്ടികളുടെ പേഴ്സണൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട് അവരുടെ ഒരു പേഴ്സണാലിറ്റി മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വളരെയേറെ ശ്രദ്ധ വഹിക്കുന്ന ഒരു ആളുമാണ് സാറ്. സാറിന് ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ഒരു അവാർഡ് കിട്ടിയതിലൊട്ടും അത്ഭുതമില്ല. സാറിന് ഇതിലും വലിയ അവാർഡുകൾ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. കാരണം സാറിന് അത്രത്തോളം കഴിവും അതിനുള്ള പ്രാപ്തിയുമുള്ള ഒരാളാണ്. ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ സാറിന് ആശംസ നേരാനായതിൽ. കൂടുതൽ ഉയരങ്ങളിലേക്ക് സാർ എത്തട്ടെ എന്ന് ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ പ്രാർത്ഥനയായി കണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ. തീർച്ചയായിട്ടും സാറിൻ്റെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈശ്വരവിശ്വാസവും ഒക്കെയാണ് ഈ ഒരു നേട്ടത്തിന് സാറിനെ അർഹനാക്കിയത്. ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ കഠിനാധ്വാനത്തോടെ അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെ ശുഭാപ്തി വിശ്വാസം കൈവിടാതെയൊക്കെ നമ്മൾ
പൊരുതുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. എൻ്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയിലേക്കുള്ള എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൻ്റെ ആ യാത്രയിൽ സാറിൻ്റെയൊക്കെ പിന്തുണയും പ്രചോദനവും വളരെ സഹായകരമായിരുന്നു. ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിന് ഈ ഒരു അഭിമാനാർഹമായ നേട്ടത്തിൽ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിച്ചുകൊള്ളും. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ആൻ്റണി ജോസഫ് സാറിന് എൻ്റെ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തുടർന്നും ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. തുഷാര ജോർജ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ്, തിരുവനന്തപുരം. ഹായ്, ഞാൻ റുഫ്നാബി സുബൈർ. ആദ്യമായിട്ട് തന്നെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഓൾമോസ്റ്റ് 5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിനിയായിട്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. ഒരു മികച്ച അധ്യാപകൻ എന്നതിലുപരി ഓരോ സ്റ്റുഡൻറ്റിനെയും വളരെ അടുത്തറിയുകയും അതനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുൻനിരയിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. തുടർന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. Hi, I am Fidni. I have completed graduation and post-graduation from Henry Baker College, Nilika. I could also qualify UGC NET last year. First of all, I am heartily happy to hear our beloved Anthony sir achieved the Education Icon of the Year award, which he is truly deserving. He was a great motivator for us. I am proud to be his student during my bachelor's. He ignited our minds with burning desire, and he was my inspiration for qualifying UGC NET. I wish his life was bright as the impact he has in our lives. ഹായ്, ഞാൻ ലെനി മൈക്കിൾ. ഞാനിപ്പോൾ UK വർക്ക് ചെയ്യുന്നു. എൻ്റെ PhD എന്ന ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ റിസർച്ച് ഗൈഡ് ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിലേറെ അഭിമാനമുണ്ട്. സാറിൻ്റെ അധ്യാപനത്തോടുള്ള ഡെഡിക്കേഷനും സിൻസിയറിറ്റിയാണ് സാറിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. That is, congratulations to Lalichan sir for this great achievement. You are truly an inspiration for all of us. It is said that behind every successful student there is a teacher, and for me, I can honestly say that it's you. Wish you all the very best and may God bless you. Dr. Tarsis Joseph Educational Trustന്റെ 7ാമത് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. സാറിന് എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം അറിയിക്കുന്നു. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളിൽ അവരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ ഗുരുനാഥനും മാർഗദർശിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ശ്രീ ആൻ്റണി സാറിന് നേരത്തെ തന്നെ ലഭിക്കേണ്ട ഒരു അവാർഡാണ്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും നിസ്തുലമായ സേവനം നിർവഹിക്കുന്ന വ്യക്തിയാണ് ആൻ്റണി സാർ. എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ 88 കാലഘട്ടത്തിൽ മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായി കടന്നു വരികയും അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം സ്വീകരിക്കുവാനും അദ്ദേഹം എന്നെ കൊമേഴ്സിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായി. വളരെ ആത്മാർത്ഥമായി, വളരെ ഡെഡിക്കേറ്റഡായി കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു ഗുരുനാഥനെയാണ് ക്ലാസ് റൂമിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഹൃത്തായി, ഒരു മാർഗദർശിയായി, ഒരു ജ്യേഷ്ഠ സഹോദരനായി ഞങ്ങൾക്കെന്നും പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകിയ ദർശനവും നൽകിയ വ്യക്തിയാണ് ആൻ്റണി സാർ. തീർച്ചയായും ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അവാർഡ് ശ്രീ ആൻ്റണി സാറിന് കിട്ടി എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ പെരുവന്താനം സെന്റ് ആൻഡ്രീസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി വളരെ സുദീർഘമായ സേവനം അദ്ദേഹം നിർവഹിക്കുകയാണ്. ശാരീരികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും തന്നിൽ അർപ്പിതമായ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ അമൂല്യമായ സംഭാവന പൊതുസമൂഹത്തിന്, പുതിയ തലമുറയ്ക്ക് നൽകി, പുതിയ തലമുറയെ പുതിയൊരു വിഷൻ നൽകി, അവർക്ക് ഒരു മാർഗനിർദ്ദേശം നൽകി അവരെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന ഒരു മഹനീയമായ ഒരു വ്യക്തിയാണ് ശ്രീ ആൻ്റണി സാർ. ഞാൻ ഈ അടുത്ത നാളിലെ പെരുവന്താനം സെന്റ് ആൻഡ്രീസ് കോളേജിൽ ചെല്ലുവാനും എൻ്റെ പ്രിയ ഗുരുനാഥനെ കാണുവാനും എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗഹൃദവും സ്നേഹവും ആ വാത്സല്യവും
ഒരു പഴയ ഒരു ശിഷ്യനോടുള്ള ഒരു സ്നേഹവും കരുതലും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. തീർച്ചയായും ശ്രീ ആന്റണി സാറിൻ്റെ ഈ അവാർഡിൽ ലഭിച്ചതിൽ അദ്ദേഹത്തിന് കിട്ടിയ അർഹതയിൽ അംഗീകാരത്തിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും അദ്ദേഹത്തെ ഔന്നത്യത്തിലേക്ക് വരുവാൻ ജഗദീശ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. ഈ വർഷത്തെ ഡോക്ടർ താർസീസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിൽ അർഹനായ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി, എല്ലാവരുടെയും പ്രിയപ്പെട്ട ആന്റണി സാർ, അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഞാൻ സീന ഭാസ്കരൻ, സെൻറ്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ആന്റണി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 5 വർഷക്കാലം സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പഠിക്കുന്ന കാലയളവിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുകയും അവർക്ക് ഏത് തലം വരെ ഒരു കുട്ടിയെ ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമോ അതിന് വേണ്ട ഗൈഡൻസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാറായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ പ്രയത്നങ്ങൾ തുടരുന്നു. ഇതിൻ്റെ ഭാഗമായി എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സാറിൻ്റെ കരിയറിൽ ജീവിതത്തിലും ഇനിയും എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശന് തരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ റിസർച്ച് ഗൈഡായിരുന്ന ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് ലഭിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് തീർച്ചയായും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു റിസർച്ച് ഗൈഡ് എന്ന നിലയിൽ ഉത്തമമായ മാതൃകയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാറ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്യാൻ ലഭിച്ച ആ ഒരു അവസരത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ അനിത തോമസ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആന്റണി സാർ ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് കരസ്ഥമാക്കി എന്നറിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. എന്നെപ്പോലെ 1000 വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ഒരുപാട് കാലം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രകാശ ഗോപുരമായി നിലകൊള്ളുവാൻ ജഗദീശ്വരൻ സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹായ്, ഞാൻ അജിമോൻ രാഘവൻ. 1996 മുതൽ 7 വർഷം HBCയിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആയിരുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിക്ക് ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി വിദ്യാർത്ഥികളെ സഹോദര സ്നേഹത്തോടെ ചേർത്ത് നിർത്തി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സഹായിക്കുന്ന അധ്യാപന കുലപതിക്ക് കർമ്മപഥത്തിൽ കൂടുതൽ ഉയർച്ചകൾ നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമസ്കാരം. എൻ്റെ പേര് ബിന്ദു ജയസ്. ഞാൻ ഐച്ചാടി കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആന്റണി സാർ 5 വർഷം പഠിപ്പിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാൻ. എന്നിലേക്ക് ഒരു അധ്യാപിക ആകണം എന്നൊരു മോഹം പകർന്നു തന്ന അധ്യാപകനാണ് ആന്റണി സാർ. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ട ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ തന്റെ ജീവിതത്തിൽ പകർത്തിയ എന്റെ പ്രിയ ഗുരുനാഥൻ ആന്റണി സാർ ഡോക്ടർ താർസീസ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും നിരവധി അംഗീകാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്തായി നിന്ന് സിമ്പിളായി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്ന സാറിന്റെ പ്രത്യേക രീതി ഇന്നും ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. പഠിപ്പിക്കുന്ന വിഷയത്തെ നമ്മുടെ ചുറ്റുമുള്ള ദൈനംദിന കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഞങ്ങളെ സഹായിച്ചിരുന്നു. സാറിന്റെ ഇന്നത്തെ ഈ നേട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു. We are really proud of you, sir. God bless you even more. ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയ മേൽഗാവ് ഹെൻറി ബേക്കർ കോളേജ് മുൻ പ്രൊഫസറും ഇപ്പോൾ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജ് മേധാവിയുമായ ശ്രീ ആന്റണി ജോസഫ് കല്ലമ്പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളായ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ച കോളേജ് അധ്യാപകനും സർവോപരി വിവിധ പുസ്തകങ്ങളുടെ രചയിതാവുമായ ആന്റണി സാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട അധ്യാപകനും അവരെല്ലാം ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ്. വിദ്യാഭ്യാസ രംഗത്തെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സംബോധന മാത്രമല്ല
കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ മുതൽക്കൂട്ടാകുന്ന ഒന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ ആന്റണി സാറിന് ലഭിച്ച എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിൽ ഞങ്ങളെല്ലാം ഏറെ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് മൈക്കിൾ മാമൻ. കേരള GST ഡിപ്പാർട്ട്മെൻറ്റിൽ GST ഓഫീസറായി ജോലി ചെയ്യുന്നു. ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് പെരുവന്താനം സെൻറ് ആന്റണീസ് കോളേജ് പ്രിൻസിപ്പലും ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് ലഭിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. സാറിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ലളിതവും എന്നാൽ സമഗ്രവുമായിരുന്നു. സാർ ഇപ്പോഴും തുടരുന്ന സ്നേഹാന്വേഷണത്തിനും വാത്സല്യത്തിനും വളരെ നന്ദിയും കടപ്പാടും ഉണ്ട്. തുടർന്നും വിദ്യാഭ്യാസ, ഗവേഷണ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഉന്നതമായ നേട്ടം സാറിന് കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ പേര് നോബിൾ വർഗീസ്. ഞാൻ കേരള പോലീസ് വർക്ക് ചെയ്യുന്നു. 1988-90 കാലഘട്ടത്തിൽ മേലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ച വ്യക്തിയാണ് ഞാൻ. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ആന്റണി സാറ് മേലിയാവ് കോളേജിൽ പഠിപ്പിക്കാനായി എത്തുന്നത്. ഒരു നല്ല അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് തിരിച്ചറിവ് തന്ന അദ്ദേഹമാണ്. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ആന്റണി സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹായ്, ഐ ആം നജീബ് KP. ഇപ്പോൾ പ്രസൻറ്റ് ക്രംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ISNR 20 ഗ്രേഡിലുള്ള റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. ആദ്യമായി എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഡോക്ടർ ആന്റണി കല്ലമ്പള്ളി സാറിന് ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. 2001-2003 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവ് മറ്റത്തിൽ MCom PG വിദ്യാർത്ഥിയായി സാറിൻ്റെ 2 വർഷത്തെ ക്ലാസ്സിൽ എനിക്കിരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് സാറ് ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ ഉപദേശമായിരുന്നു, നിങ്ങളൊരു തൊഴിൽ അന്വേഷകരാകാതെ ഒരു തൊഴിൽ ദാതാവായി മാറണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളതും തുടർന്ന് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായി സാറ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുവാനും അതിലൂടെ വളർച്ചയിൽ നേടി ഇന്ന് ഏതാണ്ട് 150ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാകുവാനും സാധിച്ചു. ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ എന്നെ ഏറെ പ്രചോദനം ചെയ്തിട്ടുള്ളത് സാറിൻ്റെ ഓരോ ക്ലാസ്സുകളിലൂടെ കിട്ടിയ അറിവ് മാത്രമാണ്. സാറിന് കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനും അതുപോലെ തന്നെ സാറിന് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ഞാൻ സ്റ്റാൻലി MJ. ഞാൻ സഹകരണ വകുപ്പിൽ ഇടുക്കി ജില്ലയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു. ആന്റണി സാറിന് ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഐക്കൺ അവാർഡ് ലഭിച്ചതായിട്ട് അറിയുന്നു. വളരെ സന്തോഷമുണ്ട്. ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളു. ഹായ്, എൻ്റെ പേര് ഹയോനിസ. ആദ്യം തന്നെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആന്റണി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലാണ് പഠിച്ചത്. 5 വർഷത്തോളം സാറിൻ്റെ വിദ്യാർത്ഥിനി അയക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു. ഒട്ടും ജാടയില്ലാതെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളോട് ഇടപെട്ടിരുന്നത്. അതുപോലെ പുതുതായി വരുന്ന ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ആ അന്വേഷിച്ചറിയുന്ന കാര്യങ്ങൾ കുറിച്ചിടാൻ സാറൊരു ബുക്കും സൂക്ഷിച്ചിരുന്നു. ദൈവവിശ്വാസവും എളിമയും അതുപോലെ തന്നെ കഠിനാധ്വാനവും കൊണ്ട് ഇത്രയും അധികം ഉയരങ്ങൾ കീഴടക്കാൻ സാറിന് സാധിച്ചു. മുമ്പോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹായ്, ഐ ആം ലിജു തോമസ്. എന്തയാർ JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. ആദ്യമായി തന്നെ ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഡോക്ടർ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ അവാർഡ് നേടാൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അധ്യാപകൻ ആന്റണി സാറ് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾ എന്നും അഭിമാനത്തോടു കൂടിയും എന്നും ആദരവോടുകൂടി കാണുന്ന ഒരു അധ്യാപകനാണ് ആന്റണി സാറ്. ഓരോ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ കാണാനും അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കാനും സാറ് എപ്പോഴും തൽപരരായിരുന്നു.
സാറിന് ഇനിയും ഒട്ടനവധി അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഡിഗ്രിയിലും PGയിലും സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സാറിൻ്റെ അധ്യാപകനായിരുന്നു. അതോടൊപ്പം സാറിൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ PhDയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകൾക്കും ഞങ്ങൾക്ക് ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ അങ്ങോളം സാറിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. കഠിനാധ്വാനം കൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും തൻ്റെ കർമ്മമണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിദ്യാർത്ഥികൾക്കിടയിലും മാതാപിതാക്കളിലും സമൂഹത്തിലും ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിത്വം. ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ സാറിൻ്റെ ശിഷ്യനായതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. അക്കാഡമിക് മേഖലയിൽ നിരവധി അവാർഡുകൾ തേടിയെത്തിയ സാറിന് ഈ അവസരത്തിൽ കിട്ടിയ ഈ അവാർഡ് അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും ഒരു 18-കാരൻ്റെ ചുറുചുറുക്കോടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സാറിന് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. നമസ്കാരം, ഞാൻ ബ്രദർ കിഷോർ ജോസഫ്, കണ്ണൂർ സെൻറ്റ് ബൊനവഞ്ചർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായ ആന്റണി സാറിന് ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. 5 വർഷക്കാലം സാറിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. തൻ്റെ വിദ്യാർത്ഥികളുടെയും താൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു അധ്യാപകനെയാണ് ഞാൻ ആന്റണി സാറിൽ കണ്ടിട്ടുള്ളത്. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ PG പഠനത്തിന് ശേഷം 1 വർഷക്കാലം സാറ് അവധിയിൽ പ്രവേശിച്ചപ്പോൾ എന്നെ ആ പോസ്റ്റിലേക്ക് സജസ്റ്റ് ചെയ്യുകയും എനിക്കൊരു കോളേജ് പഠിപ്പിക്കാൻ അവസരം നൽകുകയും സാറ് ചെയ്തു. അതുമാത്രമല്ല, പലപ്പോഴും സാറ് പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മളെയൊക്കെ കൂടെ നിർത്തുകയും വളരാനായിട്ട് അവസരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വലിയ പ്രത്യേകത ഞാൻ കണ്ടത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ടുള്ള വലിയ കഴിവ് സാറിന് ദൈവം നൽകിയിട്ടുണ്ട്. ഈ ഒരു സന്തോഷത്തിൻ്റെ അവസരത്തിൽ ബഹുമാനപ്പെട്ട സാറിനും സെൻറ്റ് ആൻ്റണീസ് കോളേജിനും എല്ലാ വിജയാശംസകളും നേരുന്നു. ഞാൻ ശില്പ സന്തോഷ്, ആൻ്റണി സാറിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. സാർ ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം സാറിൻ്റെ അധ്യാപന ജീവനത്തോടുള്ള ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു കുഞ്ഞു ഉപഹാരം മാത്രമാണ് ഈ ഒരു അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിന് ഇനിയും ഭാവിയിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്നും ഒരുപാട് അധ്യാപകർക്ക് ഇതുപോലെ മാതൃകയാവട്ടെ എന്നും ഒരുപാട് സന്തോഷത്തോടെ ആശംസിക്കുന്നു. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആന്റണി ജോസഫ് സാറിന് എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. എൻ്റെ പേര് എബി ഐസക്. ഞാൻ മേലുകാവിനടുത്ത് കോണിപ്പാട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ആന്റണി സാറിൻ്റെ ക്ലാസ്സിൽ 5 വർഷക്കാലം പഠിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറിൻ്റെ ക്ലാസ് എന്നും ഓർമ്മിക്കത്തക്കതായ വലിയ നന്മകൾ നിറഞ്ഞതും സ്മരണകൾ നിറഞ്ഞതുമാണ് എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർത്തു പോകുന്നു. എല്ലാവർക്കും ആന്റണി സാറിനെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും ചെറിയൊരുക്കോടെ മാത്രം കണ്ടുവരുന്നതായ ഒരു വ്യക്തിത്വം, എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്നതായ നന്മ നിറഞ്ഞ മാതൃകയോടെ പ്രവർത്തിക്കുന്നതായ ഒരു വ്യക്തി. പരാജയപ്പെടുന്നവരെ കൈപിടിച്ച് ഉയർത്താനായിട്ട് സാർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. വിജയിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുന്നതിനും സാറ് സമയം കണ്ടെത്തുമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന ആ അധ്യാപകനെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ മാതൃകാപരമായി കാണുന്നത് ഞാനിപ്പോഴും ഓർത്തു പോവുകയാണ്. എൻ്റെ ജീവിതത്തിലും ഞാൻ വ്യക്തിപരമായി സ്നേഹവും കരുതലും പരസ്പരം ഷെയർ ചെയ്തത് ഈ സമയത്ത് ഓർക്കുന്നു. പിന്നീട് പല അവസരങ്ങളിലും പരസ്പരം കാണുന്നതിനും എല്ലാം ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട് എന്നതും വലിയ കാര്യമായിട്ട് കരുതുകയാണ്. ഇപ്പോൾ കിട്ടിയ പുരസ്കാരം ജീവിതത്തിൽ ഇനി വരുന്നതായ ഉയർച്ചകൾക്ക് മുന്നോടിയായിട്ട് ലഭിച്ചത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ സ്ഥാനങ്ങളും വലിയ പദവികളും വലിയ പുരസ്കാരങ്ങളും വലിയ അവാർഡുകളും ഇനിയും സാറിനേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്നും ഇന്നും എന്നും ആന്റണി സാറിനെ പോലെ ആന്റണി സാർ മാത്രം. എല്ലാവിധ
ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊള്ളുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് ഹരികുമാർ. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ എൻ്റെ പ്രിയ ഗുരുനാഥൻ ആൻ്റണി കല്ലമ്പള്ളി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൊമേഴ്സിൻ്റെ ഒരു കുലപതിയായി പ്രവർത്തിച്ചു പോരുന്ന ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാറിന് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു. കാരണം സാറിൻ്റെ കീഴിൽ ഏകദേശം ഒരു 5 കൊല്ലത്തോളം ഹെൻറി ബേക്കർ മേലാവ് കോളേജിൽ കൊമേഴ്സിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അന്നത്തെ കാലത്ത് നമുക്ക് ആ സബ്ജക്റ്റിനോട് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് സാറിൻ്റെ ആ ഒരു ഈസി അപ്രോച്ചായിരുന്നു. ഏത് തരത്തിലുള്ള സംശയങ്ങളും സാറ് നമുക്ക് എനി ടൈം നമുക്ക് സാറിൻ്റെ അടുത്ത് പോയി ക്ലിയർ ചെയ്യുന്നതിന് സാർ ഒരു വേദി ഒരുക്കി തന്നിരുന്നു. അതിലൂടെ ഞാൻ മാത്രമല്ല, ഒരുപാട് കുട്ടികൾ സാറിലൂടെ കൊമേഴ്സ് ഒരു ഇഷ്ട സബ്ജക്റ്റായിട്ട് മാറുന്നതിനും അതുപോലെ തന്നെ കൊമേഴ്സിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുന്നതിനും സാറ് ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽസ് പകർന്നു തന്ന അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള അവാർഡുകൾ കരസ്ഥമാക്കുന്നതിനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നതിനും ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻ്റണി സർ ഫോർ യുവർ ഗ്രേറ്റ് കരിയർ, ഗ്രേറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. ഹായ്, ഞാൻ അഹന മരിയ ഡേവിഡ്, കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ പ്രിയ അധ്യാപകൻ ഡോക്ടർ ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്നു, ഹെൻറി ബേക്കർ കോളേജിൽ 5 വർഷം സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. കൈതൊട്ട മേഖലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാറിന് സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകമായ പ്രിയ ഗുരുനാഥന് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഹായ്, എൻ്റെ പേര് മുസമ്മിൽ. ഞാൻ 2015-18 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജിൽ ബികോം പഠിച്ച ആളാണ്. ഇപ്പോൾ സൗദിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യം കോളേജിലോട്ട് ചെല്ലുമ്പം HOD ആൻ്റണി സാറാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ HOD നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ടല്ലോ. പക്ഷേ സാർ നമ്മൾ സ്നേഹത്തോടെ മുസമ്മിലെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു, ഫ്യൂച്ചറിലോട്ട് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു തരുന്നു. പിന്നെ സാറിൻ്റെ അക്കൗണ്ടിങ് ക്ലാസ്സിലൊക്കെ എപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം സിമ്പിൾ മെത്തേഡുകളിലൂടെ നമുക്ക് നൈസായിട്ട് പറഞ്ഞു തരുന്നു. എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. പക്ഷേ സാറ് അടിപൊളിയാണ്. സാറ് സ്നേഹത്തോടെ ഒരു പിതൃവാത്സ്യത്തോടെ നമ്മളെ ചേർത്ത് നിർത്തി നല്ലൊരു അധ്യാപകനായിരുന്നു, നല്ലൊരു മെൻറ്ററാണ്. അങ്ങനെ സാറിൻ്റെ ആ സ്നേഹം ഇപ്പോഴും നമ്മളോടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെച്ച് അന്വേഷിക്കും, മുസമ്മിൽ എന്താണ് അവസ്ഥ, എന്താണ് എന്നൊക്കെ അന്വേഷിക്കും. അപ്പം എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിൻ്റെ ഭാവി അധ്യാപക ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയർച്ചകളും ഒരുപാട് അവാർഡുകളും നേടട്ടെന്ന് ആശംസിക്കുന്നു. ഞാൻ ജാസ്മിൻ, കേരള ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്നു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ എൻ്റെ പ്രിയ അധ്യാപകനായിരുന്ന ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലായ്പ്പോഴും വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവും വെളിച്ചവുമായി പഠിപ്പിക്കുന്ന രീതിയിലും പകർന്നു നൽകുന്ന സ്നേഹത്തിലും പ്രതീക്ഷയോടുള്ള കരുതലുമാണ് അദ്ദേഹത്തെ മറ്റ് അധ്യാപകരിൽ നിന്നും വ്യത്യസ്തനാക്കി ഒരിക്കലും മറക്കാത്ത മനസ്സ് സൂക്ഷിക്കുന്ന ഒരു മികച്ച അധ്യാപകനായി മാറുന്നത്. പഠനത്തെ ആനന്ദകരവും ആസ്വാദ്യകരവുമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യയായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും പൂർണ്ണമായ അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഈ അവാർഡിന് യോഗ്യനാണ്. ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്നുള്ള അനുഭവ പരിചയവും അറിവും ഗവേഷണ മികവും മോട്ടിവേറ്ററുമായ ആൻ്റണി സാറിന് ഇനി ജീവിതത്തിൽ ഉടനീളം നല്ല ഉയർച്ചയുടെ പടവുകൾ താണ്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ലിബിൻ. ഞാൻ ഏൺസ്റ്റ് & യങ് എന്ന കൺസൾട്ടിംഗ് ഫേമിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് കൊച്ചി ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 5 വർഷത്തോളം ആൻ്റണി സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ടിരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. 1999, 2001 ബാച്ചിലെ പ്രീ ഡിഗ്രിയുടെയും 2001-2004 ബാച്ചിലെ ബികോമിൻ്റെയും
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന ശ്രീ ആന്റണി കല്ലമ്പള്ളി സാറിനാണ് ഈ വർഷത്തെ താർസി സാറിൻ്റെ പേരിലുള്ള എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിനും സാറിൻ്റെ ഇപ്പോഴത്തെ കോളേജായ സെൻറ് ആന്റണീസ് കോളേജ് പെരുവന്താനത്തിനും എല്ലാവിധ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും ഭാവങ്ങളും നേരുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് സാർ ആൻഡ് ഓൾ ദി കുഡോസ് ടു യു. ആന്റണി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥികൾക്കും ഒരുപാട് കഥകളും ഓർമ്മകളും ഉണ്ടാവും. എനിക്കും ഒരുപാട് നല്ല ഓർമ്മകൾ ആന്റണി സാറിനെ പറ്റിയുണ്ട്. പ്രത്യേകിച്ച് ബികോമിൻ്റെ ആദ്യത്തെ ദിവസം ക്ലാസ്സിലേക്ക് കടന്നു വന്ന ദിവസം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ടിപ്പ് ടോപ്പിൽ ക്ലാസ്സിലേക്ക് കയറുന്നു. എനിക്കറിയാം ഇപ്പോഴും നല്ല ചുള്ളാന്ന് എനിക്കറിയാം. അത്രത്തോളം ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയാണ് സാറ് ക്ലാസ്സിൽ എടുത്തിരുന്നത്. ക്ലാസ്സിലേക്ക് കടന്നു വന്നു. അതിനുശേഷം പറഞ്ഞു യു ജസ്റ്റ് ടേക്ക് എ പീസ് എ പേപ്പർ ആൻഡ് റൈറ്റ് ഓൺ വെയർ യു വാണ്ട് ടു ബി ഇൻ നെക്സ്റ്റ് 10 years. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും അവരുടെ കരിയർ അംബിഷൻ ഒരു പേപ്പറിലാക്കി സാറിന് കൊടുത്തു. അതിനുശേഷം സാർ അതെല്ലാം ഓരോന്നെടുത്ത് വായിച്ചു നോക്കി. ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ള അത്രയ്ക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു അവരുടെ കരിയർ അംബിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കരിയർ അഡ്വൈസ് ആയിരുന്നു സാർ കൊടുത്തിരുന്നത്. ദാറ്റ്സ് എ റിമാർക്കബിൾ തിങ് ആസ് എ ടീച്ചർ. പിന്നെ അടുത്തത് പറയാനുള്ളത്, സാറ് പഠിപ്പിച്ചിരിക്കുന്ന പോർഷൻസ് ഒരു കുട്ടികളും അത്ര ഈസി ആയിട്ട് മറന്നു പോകത്തില്ല. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം. ഇപ്പോഴും എനിക്ക് ഏകദേശം 21 വർഷത്തിന് ശേഷം സാർ അന്ന് പഠിപ്പിച്ച ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ബാങ്കറുടെ ഡെഫിനിഷൻ ഇന്നും എനിക്ക് ഓർമ്മയിലുണ്ട്. ആസ് പെർ 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. എനിക്കറിയില്ല സാർ ഇപ്പോഴും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മണി ടേക്കൻ ഫ്രം ദ പബ്ലിക് എന്ന് പറയുന്ന ഡെഫിനിഷൻസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് സാറ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ്. It was a great effort as a teacher, as a philosopher, as a great leader, and we all are loving you, sir. Thank you, sir, and thank you shaping our life. So we all love you, and we will not forget you. Thank you, sir. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ആന്റണി സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. 5 വർഷക്കാലം ഹെൻറി ബക്കർ കോളേജിൽ പഠിക്കുവാനും 3 വർഷക്കാലം സാറിൻ്റെ സ്റ്റുഡൻ്റായി ഇരിക്കുവാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. തുടർന്ന് 2 വർഷം അവിടെ തന്നെ ഗസ്റ്റ് ലെക്ചറായി ഞാൻ വർക്ക് ചെയ്തു. ഈ കാലയളവിൽ അത്രയും സാറിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളോടുള്ള സാറിൻ്റെ അപ്രോച്ചും ഹാർഡ് വർക്കും ഡെഡിക്കേഷനുമാണ് സാറിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനാക്കിയത്. സാറിൻ്റെ പ്രൊഫഷനോടുള്ള ആ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ് ഇന്ന് ഈ നിലയിൽ സാറിനെ എത്താനും സഹായിച്ചിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് സാറിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. കൂടുതൽ ഉന്നതിയിലെത്താൻ സാറിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം, എൻ്റെ പേര് മജോഷ് മൈക്കിൾ. ഞാൻ കൊടയത്തൂർ വില്ലേജ് ഓഫീസറാണ്. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒട്ടനവധി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുജീവൻ പകർന്നു നൽകി അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക സവിശേഷമായ അധ്യാപക ശൈലിയുള്ള ഒരു അധ്യാപകനാണ് ശ്രീ ആന്റണി കല്ലമ്പള്ളി സാർ. സാർ എൻ്റെയും കൂടെ ബികോം ഡിഗ്രി കാലത്തെ അധ്യാപകനായിരുന്നു. തൻ്റേതായ വ്യത്യസ്ത ശൈലികൾ കൊണ്ടും അധ്യാപക മികവ് കൊണ്ടും പ്രവർത്തനത്തിലെ കാര്യക്ഷമത കൊണ്ടും അദ്ദേഹത്തിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. തികച്ചും അർഹതയുടെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇനിയും സാറിന് ഭാവി ജീവിതത്തിൽ ഇതുപോലെ അർഹതയുടെ അംഗീകാരം സാറിനെ വീണ്ടും തേടിയെത്തും എന്നുള്ള ഉറപ്പെനിക്കുണ്ട്. ഇനിയും സാറിന് ഭാവി ജീവിതത്തിലും ഇതുപോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്നും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എൻ്റെ പേര് ജിഞ്ചു റാണി മാത്യു. ഞാൻ പാലാ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഹെൻറി ബക്കർ കോളേജിലെ 2009-11 MCOM ബാച്ചിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ. ആന്റണി സാറിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് വാത്സല്യവും സ്നേഹവും നിറഞ്ഞ സാറിൻ്റെ ആ ചിരിച്ചു മുഖമാണ്. ഒരധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറയാൻ സാധിക്കും അത് ഞങ്ങളുടെ ആന്റണി സാറാണെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ കാണുകയും എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലും പെരുമാറുകയും ചെയ്യുന്ന സാറിൻ്റെ ശിഷ്യയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. എക്സലൻസി അവാർഡ് വിന്നർ കൂടിയായ സാറിന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു.
ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജിയോ. എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. 5 വർഷക്കാലം സാറിൻ്റെ വിദ്യാർത്ഥിയായിരിക്കാനുള്ള ദൈവാനുഗ്രഹം എനിക്ക് ലഭിച്ചതിനെ ഓർത്ത് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. ഒരു ഗുരുശിഷ്യ ബന്ധത്തിലുപരി ഒരു സഹോദരനെ പോലെയാണ് സാർ എന്നെ കണക്കാക്കിയിരുന്നത്. ഇനിയും ഇതുപോലെയുള്ള നിരവധി പുരസ്കാരങ്ങൾ സാറിനെ തേടി എത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ഷിജോ കെജോയ്. ഞാൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു. 1998-2003 കാലയളവിലാണ് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത്. ഞങ്ങളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിരുന്നു ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി സാറ്. ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സാറിനാണ്. ഇത് സാറിൻ്റെ എല്ലാ സ്റ്റുഡൻസിനും വളരെയധികം സന്തോഷവും അഭിമാനവുമാണ്. സാറിന് ഇതുപോലെയുള്ള അർഹതപ്പെട്ട നേട്ടങ്ങൾ ഇനിയും കൈവരിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ പേര് ദീപ ജോസഫ്. ഞാൻ 2002-2007 കാലഘട്ടത്തിൽ മേലാവ് ഹെൻറി ബേക്കർ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പം ഞാൻ കട്ടപ്പന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് ഞങ്ങളുടെ സാറിന് കിട്ടിയതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനകരമായ നിമിഷമാണ്. ഓരോ അധ്യാപക ദിനവും കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന സാറിൻ്റെ മുഖമാണ്. കാരണം ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളും സാറും തമ്മിലുള്ള വിദ്യാർത്ഥി ഗുരുശിഷ്യ ബന്ധം അത്രയ്ക്ക് നല്ല മേലെ കൊണ്ടുപോയ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഞങ്ങളുടെ ഡോക്ടർ ആൻ്റണി ജോസഫ് സാർ. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ഞങ്ങളുടെ ആൻ്റണി സാറാണ്. ഒരു അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തു കൂടെയായിരുന്നു ഞങ്ങളുടെ ആൻ്റണി സാറ്. സാറിന് ഈ സമയം എല്ലാ പാവങ്ങളും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൽബിൻ ബിനോ. ഞാൻ സൗദി വർക്ക് ചെയ്യുന്നു. മേലോ ഹെൻറി ബേക്കർ കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന ആൻ്റണി സാർ. ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദ അവാർഡ് ലഭിച്ച ആൻ്റണി സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Good day. This is Alvin Richard. I'm working in the capacity of Assistant Manager in the Oriental Insurance Company Limited, Madurai. The Educational Icon of the Year Award, given by Dr. Tarsis Joseph, Educational Charitable Trust 2023, was awarded to our dearest Dr. Anthony Joseph Kalambli sir. As a student of his, when he was lecturing at Henry Baker College, Melagav, I have full confidence and I believe I represent the lion's share of students sir has taught that this award is well deserved for all the achievements and for all the hard work done in the field of education by our dearest Anthony Joseph sir. One would already be aware of the areas or the portfolios that sir has already worked in. I believe that shows the caliber of the man that he is. So I take this opportunity to congratulate Anthony sir for all his achievements and I wish him all the best for the future, for the things that are set to achieve. I wish you all the best sir. Thank you. നമസ്കാരം. എൻ്റെ പേര് ഹരി. ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിലെ കടനാട് സർവീസ് സഹകരണ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറാണ്. പ്രിയപ്പെട്ട ആന്റണി സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം 2006-2009 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിൽ എൻ്റെ അധ്യാപകനായിരുന്നു. ഈ വർഷത്തെ താർസിസ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയെന്നറിയാൻ സാധിച്ചു. അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഇത്തവണത്തെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ളൊരു ഗുരുനാഥനെ ശിഷ്യനാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ കാലയളവിൽ എൻ്റെ കാലയളവിലും സ്കൂൾ കാലയളവിലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായ ആന്റണി സാറിൻ്റെ ശിഷ്യനാകാൻ കഴിയുന്നതിൽ എപ്പോഴും സന്തോഷമുണ്ട്. എൻ്റെ കലാലയ ജീവിതം ചേർന്നിട്ട് വർഷങ്ങളായി. എന്നിരുന്നാലും ഇപ്പോഴും ഒരു അധ്യാപകൻ എന്ന നിലയിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുന്നു. തീർച്ചയായിട്ടും
സെൻറ് ആൻസ് കോളേജ് പെരുവന്താനത്തിലെ കുട്ടികളെല്ലാം ഭാഗ്യം ചെന്ന കുട്ടികളാണ്. കാരണം അവരുടെ ജീവിതത്തിൽ, അവരുടെ കരിയറിൽ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതിലും കൂടിയ ലെവലുകൾ എത്തിപ്പെടാൻ സാധിക്കും. ഓരോ കുട്ടികൾക്കും വേണ്ട ഗൈഡ് ലൈൻസുകൾ അവർക്ക് വ്യക്തിപരമായി നൽകാനുള്ള എല്ലാവിധ കഴിവുകളും ആന്റണി സാറിനുണ്ട്. ഗോഡ് ബ്ലസ് യു സാർ. എല്ലാവിധ ആശംസകളും സാർ. നമസ്കാരം, ഞാൻ ജ്യോതി. ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞതിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങളാണിത്. ഹെൻറി ബേക്കർ കോളേജ് ഫസ്റ്റ് M.Com ബാച്ചിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. ഒരു അധ്യാപകൻ എന്നതിലുപരി മെൻറ്റർ എന്ന നിലയിലാണ് അദ്ദേഹം തൻ്റെ സ്റ്റുഡൻസിനോട് ഇടപെട്ടിരുന്നത്. പ്രതിസന്ധികളായാൽ പോലും അവയെ പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔന്നത്യവും. ഇനിയും ഇതുപോലെയുള്ള വലിയ അംഗീകാരങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്. ഞാൻ ആൻസി AS സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ 1998 മുതൽ 2001 വരെയുള്ള എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസ പഠനകാലത്താണ് ആന്റണി സാറിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ പ്രിയമുള്ള എൻ്റെ ഗുരുനാഥന് എല്ലാവിധ ആശംസകളും നേരുന്നു. അറിവിൻ്റെയും വിനയത്തിൻ്റെയും ഐക്യതയുടെയും പ്രതീകമായ സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗസ്റ്റ് സക്രിയാസ്, ഞാനൊരു സംരംഭകനാണ്. ആന്റണി സാറിന് ലഭിച്ചിരിക്കുന്ന അംഗീകാരത്തിന് എൻ്റെ സ്നേഹാശംസകൾ. ഈ അവാർഡ് ലഭിക്കാൻ തികച്ചും യോഗ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഇച്ഛാശക്തിയുമാണ് അതിന് കാരണം. ഹെൻറി ബേക്കർ കോളേജിൽ അദ്ദേഹം എൻ്റെ ഗുരുനാഥനായിരുന്നു. അധ്യാപകൻ എന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും അടുപ്പവും സൗഹൃദവും അദ്ദേഹവുമായി എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് പകർന്നു തന്ന ബിസിനസ് പാഠങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുതൽക്കൂട്ടായി. ഇനിയും ധാരാളം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹലോ ആന്റണി സാർ. സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് എല്ലാവിധ നന്മകളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് സാറ്. സാറിൻ്റെ ഈ അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെ പ്രതിഫലമാണ് ഈ ഒരു അവാർഡെന്ന് പറയുന്നത്. എല്ലാ നന്മകളും നേരുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജോമോൻ തോമസ് പെരുന്തിരിക്കൽ. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ആന്റണി സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ ഒട്ടും അതിശയം തോന്നിയില്ല. കാരണം അധ്യാപന രംഗത്ത് ഒരു പുതിയ ചിന്താഗതി അവലംബിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ എൻ്റെ ഡിഗ്രി പഠനകാലത്ത് എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളും അധ്യാപകനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു സൗഹൃദ ബന്ധമാക്കി കൂടി വളർത്തിയെടുക്കുവാൻ വളരെയധികം സാധിച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. സ്നേഹവും കരുതലും ശാസനയും ഒക്കെ കൂടി ഒരുമിച്ച് സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കലാലയ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അധ്യാപകനായി അദ്ദേഹം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള വളർച്ചകളിൽ 1000 പൊൻതിളക്കങ്ങളുള്ള പടവുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് CB സെബാസ്റ്റ്യൻ. ഞാൻ UAE അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ശ്രീ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു അധ്യാപകൻ എന്നതിലുപരി ഒരു സുഹൃത്തും വഴികാട്ടിയുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വഴികാട്ടിയായിട്ടുള്ള ഒരു സാറാണ്. സാറിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരണ്യ ബാലകൃഷ്ണൻ. ഞാൻ മേലുകാവുമുറ്റം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ എംപ്ലോയിയാണ്. ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ പുരസ്കാര ജേതാവും എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകനുമായ ആന്റണി സാറിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. പല മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന സാറിനെ പറ്റി പറയുമ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയാതെ വയ്യ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ക്ലാസ്സുകൾ ഓരോന്നും പകർന്നു നൽകിയിരുന്നത് കേവലം പാഠപുസ്തകത്തിലെ അറിവുകൾ മാത്രമല്ല,
അതിനും അപ്പുറം അനുഭവ സമ്പത്തും പ്രത്യാശയും പ്രചോദനങ്ങളുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ കലവറ തന്നെയായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതുകയാണ്. ഇനിയും ഒട്ടേറെ ഉയരങ്ങൾ കീഴടക്കാൻ സാറിന് സാധിക്കട്ടെ. അതിനുള്ള കരുത്തും ഊർജവും പ്രാപ്തിയുമൊക്കെ സർവശക്തനായ ജഗദീശ്വരൻ സാറിന് കനിഞ്ഞു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി പാറത്തോട് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. ഹെൻറി ബേക്കർ കോളേജിലെ ആദ്യ എം.കോം ബാച്ചിൽ ഞാൻ ആന്റണി സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. സാറിന് ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. സാറിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. എൻ്റെ പേര് മുഹമ്മദ് അൻവർ. ഞാൻ എറണാകുളം മറൈൻ ഡ്രൈവിൽ MA മൊയ്തീൻ ആൻഡ് അസോസിയേറ്റ്സിലെ സീനിയർ ഓഡിറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഏറെ ബഹുമാനപ്പെട്ട ആന്റണി സാർ, അദ്ദേഹം ഡോക്ടർ താർസീസ് ജോസഫ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സാറ് തികച്ചും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു അവാർഡാണ് സാറിനത്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ഒരു അധ്യാപകനായിട്ടും അതിലേറെ നല്ലൊരു മനുഷ്യനായിട്ടും നമുക്കെല്ലാം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാറ് മുമ്പോട്ടുള്ള സാറിൻ്റെ കരിയറിൽ വീണ്ടും ഒരുപാട് മൈൽ സ്റ്റോണുകൾ താണ്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു അവസരം സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടായതിൽ ഒരുപാട് സന്തോഷം. Once again, congratulations to you, sir, and good luck going forward. Thank you, sir. Thank you. ഗുരുത്വം എന്ന വാക്കിൻ്റെ അർത്ഥപൂർണത ഞാൻ കണ്ടത് എൻ്റെ ഗുരുനാഥനിലൂടെയാണ്. തൻ്റെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ വഴികാട്ടിയും മാർഗദർശിയുമാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് സാറിൻ്റെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഓരോരുത്തരും. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹാദരവോടുകൂടി നേരുന്നു. അർപ്പണ മനോഭാവത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും തൻ്റെ അധ്യാപന ജീവിതത്തിൽ ഏറെ വ്യത്യസ്തനായ നിരവധി നേട്ടങ്ങൾക്ക് ഉടമയായ ഒരു അതുല്യ പ്രതിഭയാണ് ഡോക്ടർ ആന്റണി ജോസഫ് സാർ. ഡിഗ്രി PG പഠന കാലഘട്ടത്തിൽ സാറിൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിച്ചത് ഇന്നും ഏറെ അഭിമാനത്തോടെ ഓർക്കുന്നു. തൻ്റെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാർ എന്നും മുൻപന്തിയിൽ തന്നെയുണ്ട്. തൻ്റെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഏറ്റവും സ്വീകാര്യനായ അധ്യാപകൻ. ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായ പ്രിയപ്പെട്ട ഗുരുനാഥന് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും. 33 വർഷത്തെ അധ്യാപക ജീവിതത്തിലുടനീളം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ മനസ്സിലാക്കി അവരുടെ മേഖലകളിൽ വേണ്ട സഹായങ്ങളും പിന്തുണയും നൽകി അവരെ ഉയരങ്ങളിൽ എത്തിക്കാൻ ആന്റണി സാർ എന്നും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെ എന്നും മനോഹരമാക്കുന്നതിനും കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും പഠനത്തോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സാറിൻ്റെ ഡെഡിക്കേഷൻ എന്നും അഭിനന്ദനാർഹമാണ്. വിദ്യാഭ്യാസ ജീവിതത്തോടുള്ള സാറിൻ്റെ അഭിനിവേശം ഞങ്ങൾക്കെന്നും പ്രചോദനമാകട്ടെ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും മികവുറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ ആന്റണി സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതിലുള്ള എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞാൻ ഡോക്ടർ സവാദ് കെ, കോട്ടയം CMS കോളേജ് സെൽഫ് ഫിനാൻസിങ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നു. ഇത്തവണത്തെ ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജ് പ്രിൻസിപ്പളും മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് കൊമേഴ്സ് വിഭാഗം മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ ആൻ്റണി കല്ലമ്പള്ളി സാറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഒരു അധ്യാപകനാണ് ഡോക്ടർ ആൻ്റണി കല്ലമ്പള്ളി സാർ. എൻ്റെ ഡിഗ്രി PG PhD കാലയളവുകളിൽ എന്നെ ഏറെ സഹായിച്ച, എന്നെ ഗൈഡ് ചെയ്ത, എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഒരു മെൻറ്ററാണ് ആൻ്റണി സാർ. ആൻ്റണി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതകൾക്ക് അർഹനാണ് അദ്ദേഹം.
അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിൻ്റെ സൗഹൃദ വലയമാണ്. സാറ് പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലല്ല ഞങ്ങളോട് സാറ് പെരുമാറിയിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ സാർ വളരെ സാറിൻ്റെ സൗഹൃദം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. സാറിൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് സാറിന് എക്കാലവും വളരെ മികച്ച ഒരു ബന്ധമാണ് ഉള്ളത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞങ്ങളോടൊക്കെ ഇടപഴകിയിട്ടുള്ള ആളാണ് ആൻ്റണി സാർ. നമുക്കറിയാം, അധ്യാപകനായിട്ട് അതിലുപരിയായിട്ട് അദ്ദേഹം മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. റിസർച്ച് ഗൈഡാണ്, 2 യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് ഗൈഡാണ്. അതുപോലെ ഒരുപാട് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലകളിലും മികച്ച ഒരു കരിയറുള്ള ആളാണ് ആൻ്റണി സാറിന്. അപ്പോൾ ആൻ്റണി സാറിന് ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുന്നത് വളരെയേറെ സന്തോഷമാണ്. ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവിധ ആശംസകളും സാറിന് നേരുന്നു. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സാറിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ജെയ്നി മോൾ, ഇപ്പോൾ കേരള ബാങ്കിൽ വർക്ക് ചെയ്യും. ഹെൻറി ബേക്കർ കോളേജിൽ ആൻ്റണി സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ അന്നത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, സാറ് ഞങ്ങളുടെ ഒരു നല്ല ഗുരുനാഥനും അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ, ക്ലാസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സാണ് സാറിൻ്റെ പ്രധാന വിഷയിക്കുമ്പോൾ, അധ്യാപകൻ വിദ്യാർത്ഥി എന്നതിലുപരി വളരെ സൗഹൃദപരമായാണ് അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തിരുന്നത്. മാത്രമല്ല, ഞങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സാറ് പുതിയ പുതിയ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും തുടരുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ അലേർട്ട്. അതുകൊണ്ടാണ് സാർ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു എന്ന് ഞാൻ തുടക്കത്തിലേ തന്നെ സൂചിപ്പിച്ചത്. ഈ കണ്ടെത്തലുകളൊക്കെ പുതിയ തലമുറയ്ക്ക് കൈമാറുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ പ്രവർത്തന മേഖലകൾ വളരെയധികം ദൂരത്തേക്ക് വ്യാപിക്കട്ടെ എന്നും പുതിയ പുതിയ അംഗീകാരങ്ങൾ സാറിന് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി. എൻ്റെ പേര് മനീഷ് തോമസ്. ഹെൻറി ബേക്കർ കോളേജിൽ 5 വർഷക്കാലം ആൻ്റണി സാറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഭാഗ്യം എനിക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനെയും അദ്ദേഹം കൈകാര്യം ചെയ്ത രീതികൾ വളരെ എനർജറ്റിക് ആയിട്ടും നമുക്ക് ക്ലാസ്സുകൾ വളരെ രസകരമായിട്ടുമാണ് അദ്ദേഹം ക്ലാസ്സുകൾ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് ആണ് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റിനെയും വളരെ സരസമായിട്ടും ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ജീവിതത്തിലും തൊഴിലിടത്തിലും വളരെ ഗുണം ഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സർവീസ് നൽകിയ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് സുബിൻ. 2012-15 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജിലെ ആൻ്റണി സാറിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ആദ്യമായി എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ആൻ്റണി സാറിന് ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആൻ്റണി സാറിനെ കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ, 2012-15 കാലഘട്ടത്തിൽ കോളേജിൽ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ടീനേജർ എന്ന നിലയിൽ ഞങ്ങളുടെ ബാച്ച് ഭയങ്കര റിബലായിട്ടുള്ള ഒരു ബാച്ചായിരുന്നു. സാറുമാരോടാണെങ്കിലും റിബലായി പെരുമാറുക, അങ്ങനെ ടീനേജിൻ്റെ എല്ലാ കുസൃതികളും ഉണ്ടായിരുന്ന ഒരു ബാച്ചിനെ ഒരപ്പൻ്റെ കരുതലോടുകൂടി ശാസിക്കുകയും ഒരു സുഹൃത്തിൻ്റെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് 2015 ഞങ്ങളുടെ ബാച്ച് 100% വിജയം കരസ്ഥമാക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത് ആൻ്റണി സാറിൻ്റെ HOD എന്നുള്ള രീതിയിലുള്ള വലിയ പ്രവർത്തനം ആയിരുന്നു. ആൻ്റണി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു റൈറ്റർ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര ഓൾറെഡി പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുന്ന പോലെ, പിക്ചർ അബി ബാക്കി ഹെ ബായ് എന്ന് പറയുന്ന പോലെ, ആൻ്റണി സാറിൻ്റെ ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഇനി നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിനും ഇനിയും അദ്ദേഹത്തെ ഒരുപാട് അവാർഡുകളും ഒരുപാട് റെക്കഗ്നീഷൻസും തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ നമസ്കാരം. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ് ഞങ്ങളുടെ സാറിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 5 വർഷം സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. പ്രീ ഡിഗ്രി സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ കോളേജിൽ ആയിരുന്ന സമയത്താണ് സാർ അവിടെ ജോയിൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു.
ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആയിക്കഴിഞ്ഞു. അതിനു മുമ്പ് എല്ലാം സാറിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ ഓരോരുത്തരുടെയും അനുഗ്രഹവും കരുതലുമാണ് ഞങ്ങൾക്ക് ഓരോ സ്ഥാനത്ത് എത്താനിടയായത്. സാറിൻ്റെ ജീവിതത്തിൽ ദൈവം ഇത്രയും വലിയൊരു നന്മകൾ തന്നു. ഇനിയുള്ള കാലം കൂടുതൽ അനുഗ്രഹങ്ങളും സന്തോഷവും കൂടുതൽ ഉയർന്ന നേട്ടങ്ങളിൽ എത്തിച്ചേരാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഹായ്, ഹലോ, എൻ്റെ പേര് മിജോയ്. ആദ്യമേ തന്നെ പറയട്ടെ, എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഞങ്ങളുടെ ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 2013-14 ബാച്ചായിരുന്നു. അപ്പോൾ സാർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ബോർഡിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ ആൻസർ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓരോരുത്തരെയും പേരുകൾ വിളിച്ചാണ് സാറ് ചോദിക്കുന്നത്. മനസ്സിലായോ, നിനക്ക് മനസ്സിലായോ, മിജോയിന് മനസ്സിലായോ? അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ 37 പേരുള്ള ആ 37 പേരെയും സാർ പേര് വിളിച്ചാണ് പ്രോബ്ലംസ് ചോദിക്കുകയും അതിൻ്റെ ആൻസറുകളും. കാരണം അത്രയും സാറിന് വിദ്യാർത്ഥികളെ ഇഷ്ടമായിരുന്നു. അത് ഞങ്ങളെ ആ 3 ഇപ്പം ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയറിലെ എല്ലാവരെയും സാറിന് പേരറിയാം. അങ്ങനെ പേര് വിളിച്ചാണ് സാറ് എല്ലാം പ്രോബ്ലംസും മറ്റും എല്ലാം ചെയ്യുന്നത്. അത്രയും കുട്ടികളെയും സാറിന് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ സാർ എപ്പോഴും ഞങ്ങൾ പറയും, പഠിക്കാൻ നിനക്ക് മടിയാണോ, നീ രാവിലെ എണീറ്റിരുന്ന് പഠിക്കണം. അപ്പം സാറ് പറയും, ഞാൻ നേരത്തെ എണീക്കുന്നതാണ്, അപ്പം നിന്നെ ഞാൻ ഒരു 5 മണിക്ക് വിളിച്ച് എണീപ്പിക്കാം, ഞാൻ വിളിക്കണോ, എനിക്കൊരു കുഴപ്പമില്ല എന്നെപ്പോഴും സാറ് ഞങ്ങളോട് പറയുന്നു. അപ്പം അത് ഞങ്ങൾ പേടിച്ച് ഞങ്ങളങ്ങനെ പഠിച്ചിട്ടുണ്ട്. സാറിങ്ങനെ അത് ഞങ്ങൾക്ക് അന്ന് വളരെ ഉപകാരം ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കൽ കൂടി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള അവാർഡുകൾ സാർ കരസ്ഥമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം, ഞാൻ ജോമറ്റ് KJ, എറണാകുളത്ത് PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 1998-2003 കാലഘട്ടത്തിൽ ഹെൻറി ബെക്കർ കോളേജിലെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു ഞാനും. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളായിരുന്നു ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി. അദ്ദേഹത്തിന് ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. അദ്ദേഹം എറിഞ്ഞിട്ടുള്ള വിത്തുകൾ, അറിവിൻ്റെ വിത്തുകൾ 100 മേനിയും 1000 മേനിയും ഫലം നൽകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഈ വിശ്രമ ജീവിതത്തിലും പെരുവന്താനം സെൻറ് ആൻ്റണീസ് കോളേജിലെ പ്രിൻസിപ്പലായി വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും കർമ്മനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും നേർന്നുകൊണ്ട് നന്ദി. നമസ്കാരം, ഞാൻ വിനോദ്. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ 1994-2000 കാലയളവിൽ 5 വർഷം കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഖത്തറിൽ ഹുണ്ടായി മോട്ടോർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഹുണ്ടായി ENCയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് തന്നെ ഈ വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ആൻ്റണി സാറിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന ഇരുന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു അധ്യാപകൻ എന്നതിലുപരിയായിട്ട് ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടോ നമ്മളെയൊക്കെ ഇതുപോലെ ചേർത്ത് നിർത്തിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു അധ്യാപകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ ഈ അവാർഡിന് അദ്ദേഹം തീർത്തും അർഹനാണ്. അത് കുറച്ച് ലേറ്റായി പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അതുകൂടാണ്ട് ഇപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും കോളമിസ്റ്റായിട്ടും എഴുത്തുകാരനായിട്ടും യൂട്യൂബറായിട്ടും ഒക്കെ ജീവിതത്തിൽ മറ്റ് പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൻ്റണി സാറിന് ഇനിയും ജീവിതത്തിലുടനീളം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കട്ടെ, എല്ലാ മേഖലയിലും വിജയങ്ങൾ ഉണ്ടാവട്ടെ, അവാർഡുകൾ കിട്ടട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ഗ്രേസമ്മ ജോൺ, സഹകരണ വകുപ്പിൽ പെരുമ്പാവൂരിൽ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ എൻ്റെ പഠനകാലത്ത് പ്രിയ ആൻ്റണി സാറിൻ്റെ ശിഷ്യയാകുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 7ാമത് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച പ്രിയ ആൻ്റണി സാറിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസ്മാൻ. ഞാൻ 2012-15 കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജിൽ കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ആന്റണി സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതായി അറിയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. നന്ദി. Taking this opportunity with immense pleasure to congrats Dr. Anthony Joseph Kalambulli, my Anthony sir, for receiving Education Icon of the Year Award. 2000 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ BCom വിദ്യാർത്ഥിയായിരുന്നു ഞാനും. അന്ന് മുതലേ അദ്ദേഹം ആ ഒരു സബ്ജക്റ്റിനോട് കാണിച്ചിട്ടുള്ള ഒരു ഡെഡിക്കേഷനും അത് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അത് പ്രയോജനപ്പെടുത്തി മാക്സിമം എത്താവുന്ന ഒരു ഹൈറ്റ്സിലെത്തണമെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു അധ്യാപകനായിരുന്നു. പോരാതെ അദ്ദേഹം വിദ്യാർത്ഥികളോട് വെച്ചിരുന്നൊരു ബോണ്ടിങ് എടുത്തു പറയേണ്ടതാണ്. അത് തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഒരു എൻകറേജ്മെൻ്റ്. ഇപ്പം അദ്ദേഹം നയിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ജൈത്രയാത്ര ഇത് കേരളത്തിൽ പുതിയതായിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരികയും അതുമൂലം പുതിയ തലമുറക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് എന്ന് പറയുന്നത് ഈ ഡിസേർവ്സ് ഇറ്റ് എന്ന് തന്നെ പറയാം. മുന്നോട്ടുള്ള യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം കിട്ടുന്ന ഓരോ അവാർഡും, ഓരോ പൊന്തൂവലും ഓരോ വിദ്യാർത്ഥിക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും സാറിന്. എൻ്റെ പേര് മാജി. മേലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ 1994-99 കാലഘട്ടങ്ങളിൽ ഞാനൊരു കൊമേഴ്സ് വിദ്യാർത്ഥിനിയായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദിലുള്ള കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGOയിലെ ഫൈനാൻസ് മാനേജറായി ഞാൻ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ താസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആന്റണി കല്ലമ്പള്ളി സാറിന് ലഭിച്ചിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സാറിനെ ഓർക്കുന്നു. എൻ്റെ 5 വർഷത്തെ കലാലയ ജീവിതത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയതിൽ സാറിനുള്ള പങ്ക് വളരെ വലുതാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് മനസ്സിലാകുന്ന വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന സാറിൻ്റെ ആ ഒരു പ്രത്യേക കഴിവിനെ ഞാൻ ഇന്നും ഓർക്കുന്നു. സാർ ഇപ്പോൾ പ്രിൻസിപ്പളായിരിക്കുന്ന പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും ഉയരങ്ങളിൽ എത്തിക്കാൻ സാറിന് സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സാറിന് ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹായ്, ഞാൻ അബിൻ ആന്റണി. UK-യിൽ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ പ്രോപ്പർട്ടി മാനേജറായി വർക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആന്റണി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ 3 വർഷക്കാലം ആന്റണി സാറിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലാണ് ഞാൻ പഠിച്ചത്. ഒരു നല്ലൊരു അധ്യാപകൻ എന്നതിലുപരി നല്ലൊരു സുഹൃത്ത്, നല്ലൊരു വഴികാട്ടി, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ആന്റണി സാർ ഞങ്ങളെല്ലാം വളരെയധികം സ്വാധീനിച്ചിരുന്നു. കണ്ട കാലം അത്രയും താൻ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളോടും നല്ലൊരു വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ആന്റണി സാർ. ആന്റണി സാറിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രിയ ഗുരുനാഥന് എൻ്റെ സ്നേഹമുണ്ടാകും. വളരെ സന്തോഷവും അഭിമാനമുണ്ട് പ്രിയപ്പെട്ട ആന്റണി സാറിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ തയ്യാറാക്കുന്നത്. സത്യത്തിൽ 1, 2, 3 മിനിറ്റ് വീഡിയോയുടെ ആന്റണി സാറിനെ കുറിച്ച് ഞാൻ സാധിക്കത്തില്ല. ഒരു ദിവസം തന്നെ വേണ്ടി ഒരു ആന്റണി സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം തന്നെ പ്രിയ ആന്റണി സാറിനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുനാഥനെ ലഭിച്ചതിലും സാറിൻ്റെ ശിഷ്യനായി തീരാൻ കഴിഞ്ഞതിലും ഇതിൻ്റെ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. 2017 ആദ്യമായിട്ട് ആന്റണി സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. 2017 ഹെൻറി ബേക്കർ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കൊമേഴ്സ് ഫെസ്റ്റ് നടത്തിയുണ്ടായി. അതിനാണ് ആന്റണി സാറിൻ്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ ക്ലാസ്സായിരുന്നു സാറിൻ്റെ ക്ലാസ്. അതിനുശേഷം 2018 ഞാൻ BCom കോർപ്പറേഷൻ ഹെൻറി ബേക്കർ ജോലിയ സമയത്ത് സാറാണ് HOD. അപ്പം സാറുമായിട്ടൊരു നമുക്കൊരു നല്ല അനുഭവം പറയുകയാണെങ്കിൽ, സാറ് ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ ടേബിളിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ആ നോട്ട്ബുക്കിൽ ഓരോ വിദ്യാർത്ഥികൾക്കും സാർ ഓരോ പേജ് മാറ്റി വെച്ചിട്ട് ഓരോ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഹോബീസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, ക്വാളിറ്റീസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എത്ര മണിക്കൂർ പഠിക്കുന്നു, ഇതെല്ലാം സാർ നോട്ട് ചെയ്യും. ഓരോ വിദ്യാർത്ഥികളും ഒരുപോലെ കരുതുന്നതിൽ സാർ പ്രത്യേകം ശ്രദ്ധ തീർച്ചു.
പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഫലമെന്നോണമാണ് 2021 ഞങ്ങളുടെ ബാച്ച് 2018-2021 ബാച്ച് പാസ് ഔട്ടായ സമയത്ത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഏകദേശം 5 റാങ്കുകൾ കരസ്ഥമാക്കി ഞങ്ങൾക്ക് അതുപോലെ 9 എ ഗ്രേഡുകളും കരസ്ഥമാക്കി ഞങ്ങൾക്ക് പാസ് ഔട്ടാൻ സാധിച്ചത്. ഓരോ വിദ്യാർത്ഥി പോലും പുറകോട്ട് പോകരുതെന്നും എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആന്റണി സാറ്. ഡോക്ടർ തർസീസ് ജോസഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് സാറിന് ലഭിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. അതുമാത്രമല്ല, എൻ്റെ പ്രിയ ഗുരുനാഥൻ പ്രിൻസിപ്പളായിട്ടുള്ള സെൻറ്റ് ആൻ്റണീസ് കോളേജിന് നാക് അക്രഡിറ്റേഷൻ ലഭിച്ചതിലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ കർമ്മപഥത്തിൽ സാർ കൈവരിക്കുന്ന ഓരോ നേട്ടങ്ങളും നോക്കിക്കാണുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ഇനിയും ധാരാളം നേട്ടങ്ങൾ സാറിന് കൈവരിക്കാൻ ഈശ്വരൻ ആരോഗ്യവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെയും ആശംസയോടെയും സാറിൻ്റെ അനുഗ്രഹം ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെയും നിർത്തുന്നു. നന്ദി. ഞാൻ ജിഷ മേലിയാവ് ഹെൻറി ബേക്കർ കോളേജിൽ നിന്നും 7 വർഷത്തെ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ പ്രൊഫസർ ആൻ്റണി കല്ലമ്പള്ളി സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ഈ അവാർഡ് വളരെ വൈകിപ്പോയി, ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് വേണം പറയാൻ. ഇത് കുറച്ച് മുമ്പേ കിട്ടേണ്ടിയിരുന്ന അവാർഡായിരുന്നു. അതിൽ ഒട്ടും അതിശയോക്തിയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ PDC ജോയിൻ ചെയ്യുന്ന സമയത്ത് മേലുകാവിലാണോ പഠിക്കുന്നത്? പലരും ചോദിച്ചിട്ടുണ്ട്. മേലുകാവ് തല്ലിപ്പൊളി കോളേജല്ലേ, അവിടെയാണോ പഠിക്കുന്നത്? ഓക്കെ, എന്ത് ചെയ്യാൻ, നമ്മൾ അവിടെ ചേർന്ന് പോയി. എന്തായാലും വരുന്നിടത്ത് വെച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ കൊമേഴ്സ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. എല്ലാം പുതിയ സബ്ജക്റ്റുകൾ. എന്നാലും കൊമേഴ്സ് പഠിപ്പിക്കാൻ ആൻ്റണി സാറ് വന്നു കൊമേഴ്സ് എന്താണ്, ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്, എന്താണ് ട്രേഡ്, എന്താണ് എയ്ഡ്സ് ടു ട്രേഡ്, ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എയ്ഡ്സ് ടു ട്രേഡ് കുറച്ച് ഘടകങ്ങളോട് ചേർന്നതാണ് കൊമേഴ്സ്. ട്രേഡും അതിനോടനുബന്ധിച്ച് ട്രേഡിനെ ട്രേഡിൻ്റെ സ്മൂത്ത്നെസ്സിന് വേണ്ടി പല ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് അത് കൊമേഴ്സായി മാറുന്നത്. ഇതൊക്കെ പറഞ്ഞു തന്നത് ആൻ്റണി സാറാണ്. പിന്നെ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ പ്രോസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ്. അതും ഇന്നും നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നും സാറ് വന്നതിന് ശേഷം കൊമേഴ്സ് എന്താണ്, ഫസ്റ്റ് ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാർ ഈ കൊമേഴ്സിനെ കുറിച്ച് ഡെഫിനിഷൻ പറയും. അതിങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് പല ദിവസങ്ങളിലും സാർ ഇത് റിപ്പീറ്റ് ചെയ്ത് അത് കുട്ടികളുടെ മനസ്സിൽ അത് പതിഞ്ഞുപോയി. ഞാനിപ്പോൾ പഠനം MCOM കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം 20 വർഷം കഴിഞ്ഞുപോയി. എന്നിരുന്നാലും അദ്ദേഹം പഠിപ്പിച്ചു തന്ന പല വേർഡ്സും പല ഡെഫിനിഷൻസും ഇന്ന് നമുക്ക് കാണാപ്പാടമാണ്. എന്താണ് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ പഠിപ്പിക്കുന്നതിലുള്ള ചാതുര്യം എന്ന് വേണം പറയാൻ. കൊമേഴ്സ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊരു പേര് അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ ഒരു പേര് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയധികം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത ഒരു സാറ്. എൻ്റെ കുട്ടികൾ ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചറിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ലാതെ ഞാൻ പറയും ആൻ്റണി സാർ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പല കുട്ടികളും ഈ കഴിഞ്ഞ വർഷം എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പലപ്പോഴും എന്നോട് സാറ് പറയാറുണ്ട്, കോളേജിലെത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ ലേറ്റാകും. ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് ഒരു ബസ്സിന് സാറും ഞാനും ഒരു ബസ്സിന് വന്ന് മേലുകാവറ്റത്ത് ഇറങ്ങി ഞങ്ങൾ നടന്നു പോകുമ്പോഴും സാറ് മറ്റൊരു ഷോർട്ട് കട്ട് വഴി പോകും, ഞങ്ങൾ സ്ട്രെയിറ്റ് റോഡേ പോകും.
അപ്പോൾ സാറ് മിക്കവാറും എനിക്ക് മുമ്പേ തന്നെ ക്ലാസ്സിലെത്തിയിരിക്കും. അപ്പോഴും സാറ് പറയും, അയ്യോ ജിഷയാണ് ചൂട്ടും കത്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾ, എന്നാലും ആ കൊച്ചെത്തിയല്ലോ, എന്തോ ഒരു സന്തോഷം. അപ്പോഴും നമ്മുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം സാർ അത് മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ആബ്സെൻ്റ് ആയെങ്കിൽ പിറ്റേ ദിവസം ചോദിക്കും, എന്തായിരുന്നു ആബ്സെൻ്റ് ആയത്? ഓക്കെ, സ്റ്റാഫ് റൂമിലേക്ക് വരൂ, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു തന്ന ഒരാൾ സ്കൂൾ ലൈഫിൽ പോലും എനിക്കിങ്ങനെ ഒരു പ്രൊഫസറോ ഒരു ടീച്ചേഴ്സോ ഇതുപോലെ പറയാൻ ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ കൂടെ അത്രയധികം സന്തോഷത്തോടു കൂടി, അതായത് നമ്മളോടൊരു എന്താണ് കൂടുതൽ വാത്സല്യം, എന്തോ അതായത് നമ്മൾ പാസ്സാകും അല്ലെങ്കിൽ നന്നായിട്ട് വരും എന്നുള്ള ഒരു അവർക്കും ഒരു തീരുമാനങ്ങളുണ്ടല്ലോ, അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങളുമുണ്ട്. അപ്പോൾ അതനുസരിച്ചാകാം സാറ് നമുക്ക് കൂടുതൽ സപ്പോർട്ട്. ഇന്നിപ്പം അക്കൗണ്ടൻസി ക്ലാസ്സിൽ ഞാൻ പോയില്ലെങ്കിലും പിറ്റേന്ന് സാർ അത് അപ്പോൾ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് ഏത് സമയത്തും സാറിനോട് എന്ത് ഡൗട്ട് ചോദിക്കുന്നതിനും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. സാറ് പ്രൊഫസറാണല്ലോ ഇത്രയധികം, അങ്ങനെ ആ ഒരു റിലേഷൻ എന്നിരുന്നാൽ പോലും നമുക്ക് ആ റെസ്പെക്റ്റോടുകൂടി എന്ന ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയധികം ലാളിത്യം ഉള്ള ഒരു ജീവിതം ആ സാറ് ഇത് ഇത്രയൊന്നും അല്ല പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം കുട്ടികളുടെ മനസ്സിനെ കീഴടക്കിയ ഒരു പ്രൊഫസർ എന്ന നിലയിൽ ഡോക്ടർ ആൻ്റണി സാർ വളരെ വലിയ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. കുട്ടികളുമായിട്ടുള്ള APJ അബ്ദുൽ കലാം, നെഹ്റു, ഇവരെല്ലാം കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച ആളാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ സ്വന്തം സ്റ്റുഡൻസിനെ സ്നേഹിച്ച ഒരാളായിട്ടാണ് എനിക്ക് ഡോക്ടർ ആൻ്റണി സാറിനെ പറയാനുള്ളത്. കാരണം സ്റ്റുഡൻസിന് എന്താവശ്യമുണ്ടെങ്കിലും സ്വന്തം വിദ്യാർത്ഥികൾ അവരേത് രീതിയിൽ എങ്ങനെ വരണം, സാറിന് ഫോൺ വിളിച്ചാണെങ്കിൽ പോലും നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും. എൻ്റെ ഡിസർട്ടേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ഗൈഡിനെ അല്ല ഞാൻ വിളിച്ചത്, ഞാൻ ആൻ്റണി സാറിനെ വിളിച്ച് ചോദിച്ചു, സാർ എൻ്റെ ഡിസർട്ടേഷൻ വർക്ക് തീർന്നിട്ടില്ല ഇതുവരെയും, ഒരു കുഴപ്പമില്ല ജിഷെ, 55 പേജസ് ഇനഫാണ്, അതുകൊണ്ട് ജിഷ ധൈര്യമായിട്ട് പോരൂ, അത്രയും കൊണ്ട് പ്രിൻ്റ് എടുത്തു, ഒരു പ്രശ്നമില്ല, ഇനി അടുത്ത സബ്ജക്റ്റുകൾ ഈ എക്സാമിനുള്ളത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന് അപ്പോൾ തന്നെ ഞാനും അന്ന് ആ ഡിസർട്ടേഷൻ വർക്ക് എൻ്റെ കംപ്ലീറ്റ് ആക്കി. എൻ്റെ ഗൈഡ് മറ്റൊരു ടീച്ചർ ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഞാൻ ആ ടീച്ചറിനെ വിളിച്ചില്ല എന്ന് എനിക്കിപ്പോഴും അറിയാം. കാരണം ആൻ്റണി സാർ ഉള്ളപ്പോൾ വേറൊരാളുടെ ആവശ്യമില്ല. ഇപ്പം മറ്റൊരാളുടെ ഗൈഡ് ആണെങ്കിൽ പോലും എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഈ M.Com ഒത്തിരി ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ള ജീവിതമായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മ സിക്കായിട്ടുള്ള സമയത്ത് അപ്പോൾ എന്നെ ഹോസ്റ്റലിൽ നിർത്താനൊക്കെ എൻ്റെ ബ്രദേഴ്സിനോട് സാർ റിക്വസ്റ്റ് ചെയ്തു. അവരെല്ലാം കൺസെൻറ്റ് കൊടുത്തതാണ്, എങ്കിൽ പോലും ഞാൻ നിന്നില്ല. കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോഴും സാറ് പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ജിഷ വീട്ടിൽ നിന്ന് പോയിട്ട് വരുവാണെങ്കിലും ഒരു കുഴപ്പമില്ല, ജിഷ നന്നായിട്ട്, ഞങ്ങൾക്കറിയാം ജിഷയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഒരു ധാരണകളുണ്ട്, അപ്പോൾ ജിഷ നന്നായിട്ട് പരീക്ഷ എഴുതും, അതുകൊണ്ട് ഫസ്റ്റ് M.Com ബാച്ചാണ്. അപ്പം ഞങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് കോളേജിൽ എല്ലാവരും നോക്കിയിരുന്നത്. അപ്പോഴും എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ പഠിക്കുന്ന ഹോസ്റ്റലിലിരുന്ന് എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടാത്തതിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് കിട്ടിയ സമയം ഞാൻ ഒട്ടും പാഴാക്കിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ മുഖം നോക്കുമ്പോൾ 7 വർഷം പഠിച്ചിട്ട് ജിഷ ഫൈനൽ ഇയറിൽ അതായത് M.Com ഫെയിലായി എന്നുള്ള ഒരു തോന്നൽ വരാതെ ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് ഉണ്ടാവില്ല. കാരണം എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. അതാണ് കാരണം അവർ ഇത്രയും നല്ല വാത്സല്യത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ച് ഇത്ര ഇതാക്കിയതിന് ശേഷം
നമ്മൾ ഫെയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അതാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അമ്മ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന്. പക്ഷേ അതെല്ലാത്തിലും ആ ഒരു ഇതെല്ലാം ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു കാരണം ആൻ്റണി സാർ മാത്രമാണ് എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. എന്ത് കാര്യത്തിലും സാർ ഞങ്ങൾക്ക് ഇന്നുപോലെ ഒരു പ്രശ്നമുണ്ട്, അപ്പോഴേ സാർ അവിടെ ഓടിയെത്തിയിരിക്കും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്കൊരു സപ്പോർട്ടിന് ഞങ്ങളെ സഹായിച്ച വളരെയധികം അതായത് സ്റ്റുഡൻസിൻ്റെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രൊഫസർ എന്ന് വേണം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോഴും ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആരെ കണ്ടാലും ഞാൻ ചോദിക്കും, ഡോക്ടർ ആൻ്റണി സാർ കല്ലമ്പള്ളി സാറിനെ അറിയുമോ? അപ്പോൾ പലരും പറയും അറിയും. കല്ലമ്പള്ളിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ സെൻറ് ആൻഡ്രീസ് കോളേജ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഉള്ളവരറിയും. അതായത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ആൻ്റണി സാർ എന്ന് പറഞ്ഞാൽ ലാലിച്ചൻ സാർ എന്നാണ് കേട്ടോ. അപ്പോൾ പറയും ഇതെങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിനും പങ്കെടുത്തിരുന്നു, വിവാഹത്തിൽ ആ ചടങ്ങിൽ നിഷ മേം ഇവരെല്ലാവരും. അപ്പോൾ അന്ന് ആ കല്യാണ ചടങ്ങിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് മറ്റൊരു പേരൂടെ ഉണ്ട്, ലാലിച്ചൻ എന്നാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും എനിക്ക് എല്ലാവരേക്കാൾ കൂടുതൽ പരിചയം മറ്റുള്ള എൻ്റെ കൂട്ടുകാർ അവർ 2 വർഷം പഠിച്ചവരാകാം, ചിലർ 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി. എന്നാലും ഞാൻ അവിടെ 7 വർഷം പഠിച്ചു എന്നുള്ള ഒരു അഹങ്കാരം എനിക്കില്ലാതെയില്ല. എന്തുകൊണ്ടെന്നാൽ സാറിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റിയതിലുള്ള ഒരു അഹങ്കാരം എന്ന് വേണം പറയാൻ. ഞാൻ ആ ഒരു എല്ലാ ആ ഒരു അഹങ്കാരത്തോടു കൂടി ഞാൻ ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ സാറ്, അതായത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സാറ് എന്നുള്ള ഒരു നിങ്ങളിപ്പോൾ 2 വർഷമല്ലേ ആയുള്ളൂ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതനുസരിച്ച് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് M.Com ബാച്ചിലെ ഫ്രണ്ട്സ് പറയാറുണ്ട്, സാറുമാരെല്ലാം ജിഷ മാത്രമല്ലേ അറിയുള്ളൂ, ഞങ്ങളെ ആരെയും അറിയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴും ഞാൻ പറയും, അതൊന്നുമല്ല, സാർ എല്ലാവരെയും അറിയും, സാർ എല്ലാവരുടെയും പേരുകൾ പോലും ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അത് വളരെ അത്ഭുതമാണ്. ഇത്ര അധികം സ്റ്റുഡൻസിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വ്യക്തിപരമായിട്ട് എന്തുമാത്രം ബന്ധം സാറ് കുട്ടികളുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന്. ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാലും ഞാൻ ഈ സമയക്കുറവും വീഡിയോ ഒരുപാട് ലെങ്തി ആകുന്നതും കൊണ്ടും ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് മൊത്തം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും എൻ്റെ ആ ഒരു സ്നേഹം, സാർ തന്നിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, ഇതെല്ലാം എന്തുമാത്രമുണ്ട് എന്നുള്ളത്. അതിനാൽ ഇനിയും ഞാൻ വീണ്ടും, സാറിപ്പോൾ പെരുവന്താനം കോളേജിൽ പ്രിൻസിപ്പാളാണ്. അപ്പം സാറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായും ഈ വർഷം സാറിനെ കാണാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ സ്റ്റാഫ് സെക്രട്ടറി അക്ഷയ് സാർ എന്നെ വിളിച്ചിരുന്നു, ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹവും പറഞ്ഞു, ഓക്കെ ജിഷ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും സാറിനെ കാണാൻ ഈ വർഷം ചെന്നിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ സാറിന് വീണ്ടും കൂടുതൽ ഇതുപോലെയുള്ള നല്ല പുരസ്കാരങ്ങൾ ഭാവിയിലേക്കും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഏഷ്യൻ അഡ്മിറബിൾ അച്ചീവേഴ്സ് അവാർഡ്, എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ആൻ്റണി കല്ലമ്പള്ളി സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഹെൻറി ബക്കർ കോളേജിൽ സാറിൻ്റെ ശിഷ്യനായി പഠിച്ച എൻ്റെ പേര് ജിനോ പുളിക്കൻ. ഞാനിപ്പോൾ എറണാകുളത്തും ബാംഗ്ലൂരുമായിട്ട് 3 ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലുള്ള കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതോടൊപ്പം ഒരു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമാണ്. ആൻ്റണി സാറിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, സാറ് തൻ്റെ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും മനസ്സിലാകും വിധം വളരെ സിമ്പിളായിട്ടും എന്നാൽ തമാശകളിലൂന്നിയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ
ഓരോ വിദ്യാർത്ഥികളെയും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി അവരുടെ കരിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സാറിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്ക് അവർ കോളേജിലായിരിക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്നെ എന്നാൽ നിയന്ത്രിക്കേണ്ട സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കർശന നിലപാടെടുത്ത് നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ഒരു അധ്യാപകനായിരുന്നു ആൻ്റണി സാറ്. സാറ് ഇപ്പോൾ ആയിരിക്കുന്ന കോളേജിലും അതുപോലെ തന്നെ സാറിൻ്റെ വിദ്യാർത്ഥികൾക്കും സാറിൻ്റെ സാന്നിധ്യം ഒരു മാർഗദർശിയായിട്ട് തീരുമെന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇനിയും നിരവധി പുരസ്കാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ എന്നും ആശംസിക്കുന്നു. ഹായ്, ഞാൻ ലിറ്റോ ഡബ്ലി, ദുബായ് ബേസ് ചെയ്തൊരു കരിയർ കൺസൾട്ടൻസിനാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ താർസിസ് ജോസഫ് കൊമേഴ്സ് ഐക്കൺ ഓഫ് ദി അവാർഡ് നേടിയ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ 5 വർഷ കാലയളവിൽ സാറിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വളരെ പോസിറ്റീവായി എനർജി നൽകിയിട്ടുണ്ട്. സാറിനും സാറിൻ്റെ നേതൃത്വത്തിലുള്ള സെൻറ് ആൻഡ്രീസ് കോളേജ് പെരുവന്താനത്തിനും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് അഞ്ജന എസ് നായർ. ഞാൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ PG 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ആൻ്റണി ജോസഫ് കല്ലമ്പള്ളി സാറിന്, ഞങ്ങളുടെ ലാൽച്ചൻ സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചു. ഈ അവാർഡ് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങളിലാണ് എത്തിയത് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഒരു സെൻറ് ആൻ്റണീസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നതിലുപരി നല്ലൊരു അധ്യാപകനായും വഴികാട്ടിയുമായ ലാൽച്ചൻ സാറിന് ഈ അവാർഡ് കിട്ടിയതിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് മതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നിരവധി അവാർഡുകൾ കിട്ടുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജേക്കബ്. ഞാൻ ഹെൻറി ബേക്കർ കോളേജിലെ 2015-18 ബാച്ചിലെ BCom വിദ്യാർത്ഥിയാണ്. കറൻ്റ്ലി എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൽ ഫ്രാഗ്മൻ എന്ന കമ്പനിയിൽ ഡാറ്റ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമേ തന്നെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ആൻ്റണി സാറിന് എല്ലാവിധ ആശംസകളുണ്ടായിരുന്നു. ആൻ്റണി സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഷോർട്ടാക്കി പറയാനാണെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് എനിക്ക് ആൻ്റണി സാറിനെ തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും രക്ഷപ്പെട്ട് പോകണം എന്ന ഉള്ളിൽ അതിയായ ആഗ്രഹമുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് ആൻ്റണി സാറിനെ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലേക്ക് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ആൻ്റണി സാർ അതിരാവിലെ വിളിച്ചുണർത്തി പഠിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അത് എത്ര അധ്യാപകർ ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അതൊരു വലിയൊരു വാട്ടിയായിട്ട് ഞാൻ തന്നെ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡിഗ്രിയാണ് പഠിക്കുന്നത്, സ്കൂൾ പോലെയല്ല ഉഴപ്പം തോറ്റുപോകാം, സപ്ലൈ അടിക്കാം. എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട്. അതിന് ഏറ്റവും ബാക്ക് ബോൺ പോലെ പുറകെ നിന്ന് അധ്വാനിച്ചൊരു വ്യക്തിയാണ് ആൻ്റണി സാർ. ഇനിയും ആൻ്റണി സാറിന് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് എ ഗുഡ് ടീച്ചർ. എൻ്റെ പേര് ജയലക്ഷ്മി മനോജ്. ഞാനിപ്പം ഡെൽറ്റ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൽ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യാണ്. ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത് ഹെൻറി ബേക്കർ കോളേജ് മേലുകാവാണ്. അപ്പം ഞങ്ങളുടെ കൊമേഴ്സിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻ്റണി സാറായിരുന്നു. സാറിന് ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് സാറിന് ഈ അവാർഡ് ലഭിച്ചതിലും സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിലും. അതുപോലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, സാർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനെയും പഠിപ്പിച്ചിട്ടുണ്ട്. പലർക്കും റെയറായിട്ട് കിട്ടുന്നൊരു ഭാഗ്യമായിരിക്കും അത്. എനിക്ക് എന്നായാലും അത് കിട്ടി. പിന്നെ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അങ്ങോട്ടുള്ള സാറിൻ്റെ അധ്യാപന ജീവിതത്തിലും എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. ഞാൻ നിഷാന്ത്. 2009-2011 കാലയളവിൽ ഹെൻറി ബേക്കർ കോളേജിലെ MCom വിദ്യാർത്ഥിയായിരുന്നു. ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഗുഡ് ടീച്ചർ ക്യാൻ ബി നെവർ ഇറേസ്ഡ് എന്നാണല്ലോ. ആൻ്റണി സാർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ആദ്യം ഓടിയെത്തുന്നൊരു സെൻറ്റൻസ് കൂടിയാണിത്. ഒരു നല്ല അധ്യാപകൻ എങ്ങനെ ആയിരിക്കണമെന്നും ഒരു മികച്ച അധ്യാപകൻ ആര് എന്ന ചോദ്യത്തിന് എൻ്റെ മൈൻഡിൽ ആദ്യം ഓടിയെത്തുന്ന പേര് ആൻ്റണി സാറിൻ്റേത് തന്നെ. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരു പ്രൊജക്റ്റ് വർക്കിൽ അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചതും കുട്ടികളുടെ കരിയർ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാറിനെ ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. ഞാനിപ്പോൾ UAE ഹിൽട്ടൺ ഹോട്ടൽസിൻ്റെ ചീഫ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു. ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ സാറിന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ പറ്റുകയും ഇന്നൊവേറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുകയും അതിലൂടെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബിപിൻ സജി. ഞാൻ ഹെൻറി ബേക്കർ കോളേജ് 2015-2018 അധ്യയന വർഷത്തെ BCom വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ മാൻഡൽ സൊല്യൂഷൻ എന്ന കമ്പനിയിൽ അക്കൗണ്ട്സ് പേയോളായി വർക്ക് ചെയ്യുന്നു. ആൻ്റണി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആൻ്റണി സാർ.
അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരു കുടുംബം പോലെ കണ്ട് അതൊരു കുടുംബമാക്കി മാറ്റാൻ വേണ്ടി കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ആൻ്റണി സാറിൻ്റെ രീതി എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. എല്ലാ സെമസ്റ്ററിലും തന്നെ ഇൻറ്റേർണൽ എക്സാം നടത്തുകയും അതിനോടനുബന്ധിച്ച് വാലുവേഷൻ നടത്തുകയും കൃത്യമായി മാർക്ക് ഒരാഴ്ച തന്നെ മാർക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അധ്യാപകരുടെ കൂടെ എത്തി എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരുത്തണം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ രക്ഷിതാക്കളെയും കോളേജിലെത്തിക്കാനും കുട്ടികളായിട്ട് കൂടുതൽ ഇതാക്കാനും സാർ ശ്രമിച്ചിരുന്നു. അപ്പം ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി അവാർഡ് കിട്ടിയ ആൻ്റണി സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നുള്ള സാറിൻ്റെ അധ്യാപക ജീവിതത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജോസഫ്. ഞാൻ 2009-2012 ഹെൻറി ബേക്കർ കോളേജിലെ ബികോം വിദ്യാർത്ഥിയാണ്. ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ടീച്ചർ എന്ന് എന്നോട് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത് അതെൻ്റെ ആൻ്റണി സാറാന്ന് പറയാൻ പറ്റും. കാരണം സാറ് ആ കാലയളവിൽ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും പഠന ഇതര കാര്യങ്ങളാണെങ്കിലും സാറ് ഞങ്ങളെ വിളിക്കുകയും സത്യം പറഞ്ഞാൽ എന്നെ ഏർലി മോർണിംഗ് സാർ എന്നെ വിളിച്ച് എഴുന്നേറ്റ് പഠിക്കടാ എന്ന് പറയുന്ന അത്രയും നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാറിനും കൂടെ ആയിട്ടുണ്ട്. ഞാനിപ്പം ആക്സിസ് ബാങ്കിൽ സിംഗമനത്ത് ഓപ്പറേഷൻ ഹെഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ വർഷത്തെ എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ നേടിയ സാറിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു. സാറിൻ്റെ പുതിയ സംരംഭങ്ങൾക്കും സാറിൻ്റെ ബുക്കുകൾക്കും ഇനിയും കൂടുതൽ എഴുതാനും കൂടുതൽ ഉയരങ്ങൾ ചവിട്ടാനും സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വർഷത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ആൻ്റണി സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം സാറിൻ്റെ വിദ്യാർത്ഥിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. വിദ്യാഭ്യാസ കാലയളവിൽ ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ആൻ്റണി സാർ. സാറിൻ്റെ വാക്കുകളും മോട്ടിവേഷനും എല്ലാം കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. ഇനിയും സാറിന് കൂടുതൽ നേട്ടങ്ങളും അവാർഡുകളും തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് അനുപമ. ഞാൻ ഖത്തറിൽ സെറ്റിൽഡാണ്. PG കാലഘട്ടത്തിൽ ഹെൻറി ബേക്കർ കോളേജിൽ വെച്ചാണ് ആൻ്റണി സാറിൻ്റെ സ്റ്റുഡൻ്റ് ആവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. സാറ് വഴി എനിക്ക് ഒരുപാട് അവസരങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടായ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. എൻ്റെ പാഷൻ തിരിച്ചറിയുകയും ടീച്ചിങ് താല്പര്യമുണ്ടോയെന്ന് എന്നോട് ചോദിക്കുകയും അതിന് അവസരമൊരുക്കി തന്നതും സാറാണ്. അതുവഴി സെൻറ് ആൻ്റണീസ് കോളേജിൽ 1 വർഷം പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു അത്. അവിടെ വെച്ച് മഹാഭാഗ്യമായ APJ അബ്ദുൽ കലാം സാറിനെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും എല്ലാം ഉള്ള അവസരം എനിക്ക് ലഭിച്ചു. ഇതെല്ലാം ആൻ്റണി സാർ കാരണമാണ് എൻ്റെ ലൈഫിൽ സാധിച്ചത്. സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. കൺഗ്രാജുലേഷൻസ് സാർ. സാറിന് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് രാജശ്രീ. ഞാൻ കൊമേഴ്സ് വിഭാഗം അധ്യാപികയാണ്. ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അവാർഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഏറെ അഭിമാനം തോന്നിയ നിമിഷം. തൻ്റെ അധ്യാപന ശൈലി കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ടവനായി മാറി ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ സാറിൻ്റെ കർമ്മപാതയിൽ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഇനിയും മുന്നേറാൻ സാധിക്കട്ടെ. നിരവധി അവാർഡുകൾ സാറിനെ തേടിയെത്തട്ടെ. സാറിനും സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഹായ്, ഞാൻ അശ്വന്ത് ടി എം. മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ആൻ്റണി ജോസഫ് സാറിന് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. സാറിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയ അവാർഡ് തന്നെയാണിത്. സാറിന് ഇനിയും ഇതുപോലത്തെ അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് ബോബൻ സിറിയൽ. ഞാൻ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ സെറ്റിൽഡാണ്. 1996 മുതൽ 2001 വരെയുള്ള 5 വർഷക്കാലം ആൻ്റണി സാറിൻ്റെ ഒരു ശിഷ്യനായിട്ടിരിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ താർസിസ് ജോസഫ് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ആൻ്റണി സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും
മുന്നോട്ടുള്ള സാറിൻ്റെ പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏവർക്കും മാതൃകയായി ഓരോ വിദ്യാർത്ഥികളുടെയും മുന്നിൽ ഒരു അധ്യാപകനേക്കാൾ ഉപരി ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇടം നേടിയ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് എൻ്റെ പ്രിയ ഗുരുനാഥൻ ആൻ്റണി സർ, ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവായ അദ്ദേഹത്തിന് എൻ്റെ 1000 ആശംസകൾ നേരുന്നു. ഇനിയും അനവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം, ഞാൻ വിനീത വിജയൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മാനേജരായി ജോലി ചെയ്യുന്നു. എൻ്റെ 1ാം വർഷ BCom ഡിഗ്രി പഠനകാലത്താണ് ബാങ്കിങ് തിയറി, ലോ ആൻഡ് പ്രാക്ടീസ് എന്ന വിഷയം പഠിപ്പിക്കുവാൻ ശ്രീ ആൻ്റണി കല്ലമ്പള്ളി സർ എത്തുന്നത്. വിഷയത്തിന് ആമുഖമായി അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സർവൈവൽ ഓഫ് ദ ബെസ്റ്റ് ഓർ ദ ഫിറ്റസ്റ്റ്, അതായത് ഏറ്റവും നല്ലതിന് അല്ലെങ്കിൽ എന്തിനേയും നേരിടാൻ സുസജ്ജമായതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാലും നമുക്ക് ഇതുതന്നെ കാണാൻ സാധിക്കും. വ്യക്തി ജീവിതത്തിലായാലും കർമ്മമേഖലയിലായാലും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുവാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്യുന്നു. ഞാൻ എന്നും ഈശ്വരനൊപ്പം എൻ്റെ മാതാപിതാക്കളോടൊപ്പം മനസ്സിൽ സ്മരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനത്തോടെ ഓർക്കുകയും ചെയ്യുന്ന എൻ്റെ റോൾ മോഡലായി കണക്കാക്കുകയും ചെയ്യുന്ന പ്രിയ ഗുരുനാഥനാണ് ശ്രീ ആൻ്റണി കല്ലമ്പള്ളി സർ. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നന്മകളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. ഡോക്ടർ താർസിസ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് എൻ്റെ പേരിലും സെക്കൻഡ് ഇയർ BCom പ്രൊഫഷണൽ ബാച്ചിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരു പ്രിൻസിപ്പാൾ എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി സാറിന് ഇനിയും നിരവധി അവാർഡുകൾ ലഭിക്കട്ടെ എന്നും തുടർന്നുള്ള ജീവിതത്തിൽ ഇനിയും ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഏറ്റവും ആദരണീയനായ പ്രിൻസിപ്പൽ ലാലച്ചൻ സാറിന്റെ വ്യക്തി ജീവിതത്തിലും തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിലും എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. പഠിപ്പിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകുന്ന കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സിലെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അധ്യാപകനായി ആന്റണി സാർ മാറുവാനുള്ള കാരണം. പഠനത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും പ്രത്യേകിച്ച് പ്രൊജക്ട് വർക്കുകളിലും വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്ന സാറിന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇനിയും സാറിന്റെ അധ്യാപക ജീവിതത്തിൽ ഒട്ടേറെ അവാർഡുകൾ സാറിനെ തേടിയെത്തട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. Honoring a very special awardee, Dr. Anthony Joseph Kallamballi, our beloved principal of St. Anthony's College, Perundanam, in appreciation for many years of outstanding service and in recognition of his dedication to professional growth. We convey our hearty congratulations on well-deserved award you have received and wishing you a great future ahead. താർസിസ് ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇത്തവണത്തെ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി അവാർഡ് കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ആൻ്റണി ജോസഫ് സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രിൻസിപ്പൾ എന്നതിലുപരി ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും പ്രിയപ്പെട്ട ലാൽച്ചി സാറിന് എല്ലാവിധ ആശംസകളും ആവശ്യമാണ്. ഡോക്ടർ ആന്റണി ജോസഫ് സാറിന്റെ 4 ശിഷ്യർ ഒരു സ്പാർക്ക് നൽകി മുന്നേറിയ അധ്യാപക ശ്രേഷ്ഠൻ. എളിമ കൊണ്ടും വിനയം കൊണ്ടും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ സാധിക്കുന്ന വ്യക്തിത്വം. റിസർച്ച് ഗൈഡ്, മോട്ടിവേഷണൽ സ്പീക്കർ, എഴുത്തുകാരൻ, കോളംനിസ്റ്റ്, കിടയറ്റ സംഘാടകൻ, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ നിറം മങ്ങാത്ത ഓർമ്മകളുടെ കളിത്തോഴൻ. സാധാരണ കുടുംബത്തിൽ നിന്നും സ്ഥിര പരിശ്രമത്തിന്റെ പര്യായമായി ഹൈറേഞ്ചിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാമ്പും കാതലുമായി മാറിയ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സാർ ഇന്ന് എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവ് എന്ന പൊൻപ്രഭയിൽ 1990 ജനുവരി 31 മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ അധ്യാപകനായി തുടങ്ങി. നൂതന സമീപനത്തിന്റെ അകമ്പടിയോടെ റാങ്ക് നേട്ടങ്ങളിലേക്കും 100% വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ ആചാര്യശ്രേഷ്ഠൻ. കേരളത്തിൽ നവവിദ്യാഭ്യാസത്തിന് നാന്ദി കുറിച്ച റവറൻ ആന്റണി നിരപ്പേലിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി 1000 സൂര്യ തേജസ്സോടുകൂടി മിന്നിത്തിളങ്ങുന്ന
ഡോക്ടർ ആന്റണി ജോസഫ് സാറിന് ഒരിക്കൽ കൂടി അവാർഡിന്റെ എല്ലാവിധ ആശംസകൾ. താഴ്ന്നു കൊടുക്കാം നമ്മെ അംഗീകരിക്കുന്നവർക്ക് മുൻപിൽ, സാഷ്ടാംഗം പ്രണമിക്കാം കുലീനതർക്ക് മുൻപിൽ, എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം ദൈവത്തിൻ ചാരേ വസിച്ച് എന്ന ഗുരുദർശനം ജീവിതത്തിൽ പകർത്തി കഠിനാധ്വാനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും മകുടോദാഹരണമായി ഒരു അഗ്നിയായും അഗ്നിസ്ഫുല്ലിംഗമായും മനുഷ്യ മനസ്സുകളിലേക്ക് കത്തിപ്പടരുന്ന ഡോക്ടർ കല്ലമ്പള്ളി എന്ന വിദ്യാഭ്യാസ ചിന്തകന് 1000 നന്മകൾ നേരാം. ഓരോ നേട്ടങ്ങളുടെയും പിന്നിൽ തന്റെ ശിഷ്യരുടെ പ്രാർത്ഥനാ മലരുകളാണ് എന്ന് വിനയത്തോടെ സാക്ഷ്യപ്പെടുത്തി ജന്മജന്മാന്തരങ്ങളിലേക്ക് അനശ്വരനായ ഒരു ഗുരുവിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രയാണത്തിന് എല്ലാ മംഗളങ്ങളും സെയിന്റ് ആന്റണീസ് കോളേജ് കുടുംബം നേരുന്നു. 1000 സൂര്യ തേജസ്സോടുകൂടി വിദ്യാഭ്യാസ, സാമൂഹിക, മാനേജ്മെന്റ്, ആധ്യാത്മിക ഗവേഷണ രംഗത്ത് ഒരു മിന്നും താരമായി നിലകൊള്ളുവാനും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും 1000ങ്ങൾക്ക് വഴിയും വഴിവിളക്കുമാകുവാൻ ദൈവം കരുത്തു പകരട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഇറ്റ്സ് മീ ജിനു സൈനിങ് ഓഫ്.